ആ നവോമിയുടെ ലൈഫ് പിറകോട്ട് പഠിച്ചാൽ അവളും അബ്രഹാമിന്റെ സന്തതിയാണ്. അബ്രഹാമിന്റെ തലയ്ക്ക് മീതെ ഒരു വാഗ്ദത്തം ഉണ്ട്. നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവളുടെ തലയ്ക്ക് മീതെ അനുഗ്രഹം കടപ്പുണ്ടെങ്കിലും ലൈഫിനകത്ത് കഷ്ടതയുടെ നീർച്ചൂളകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവളെ സഹായിക്കാൻ, നവോമിയെ സഹായിക്കാൻ വേണ്ടി ഹല്ലേലൂയ ചെറിയ അറിവിൽ രൂത്ത് ഒരു തീരുമാനമെടുക്കുമ്പോൾ അവിടെ ദൈവം അവളുടെ ലൈഫിനെ തുറക്കുകയായിരുന്നു. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാം, അനുഗ്രഹിച്ച അനുഗ്രഹം അതുപോലെ നിങ്ങളുടെ തലയ്ക്ക് മീതെ കിടപ്പുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ആരെയെങ്കിലും അനുഗ്രഹിച്ചാൽ അത് അങ്ങനെ തന്നെയാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങളുടെ അകത്ത് വേണം. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ കിടക്കുന്ന ഈ വാക്ക്, ഞാൻ പറഞ്ഞ വാക്ക്, നവോമിക്ക് അനുഗ്രഹിക്കാൻ പറ്റുന്ന ഒരു രീതിയിലല്ല, അവൾക്ക് കൊടുക്കാനൊരു വാഗ്ദാനമില്ല. പലതവണ ഞാൻ ആവർത്തിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അവൾക്കൊരു പ്രത്യാശ ജനിപ്പിക്കാനൊന്നുമില്ല. അവൾ പോകുന്നത് മോബാബിലേക്കാണെങ്കിലും, പോകുന്നത് സ്വന്തം ജനത്തിന്റെ അടുക്കലാണെങ്കിലും, രൂത്തിനോ ഓർപ്പയ്ക്കോ കൊടുക്കാൻ ഒരു പ്രത്യാശയുടെ വാക്കില്ല. അവർ പറയുന്നത് ഇതാണ്: ഞാനിനി ഒരു വിവാഹം കഴിച്ച് ആ വിവാഹത്തിലുള്ള ഒരു മകനുണ്ടായി, ആ മകൻ വളരുന്നത് വരെ നിങ്ങൾക്ക് കാത്തിരിക്കാൻ കഴിയത്തില്ല, അതുകൊണ്ട് പൊക്കോളാനാ പറയുന്നത്. പൊക്കോളാൻ പറഞ്ഞിട്ടും ഹല്ലേലൂയ അവൾ പിടിച്ചു നിന്നപ്പോൾ ദൈവം അവളുടെ ലൈഫിനെ ഉയർത്തി. ആശയറ്റുപോയവരുടെ അനുഭവത്തിനകത്ത് ആശയം മുളപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ അത് ഇസ്രായേലിന്റെ ദൈവമാണ്. ആ ദൈവമാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് പാട്ടുകാരൻ എഴുതിയത് വചനത്തിലെ വാക്യം: അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം, അവൻ എൻ്റെയും ദൈവമാണ്. പിതാക്കന്മാരുടെ ദൈവത്തെ പുത്രന്മാർക്ക് പിതാവ് മുഖാന്തരമായി കൈമാറിക്കൊടുക്കുന്ന ഒരു അനുഗ്രഹത്തിന്റെ പകർച്ച ഈ പകരം നിങ്ങളുടെ മേൽ വെളിപ്പെടുമാറാകട്ടെ. കരങ്ങളൊന്ന് തട്ടി കർത്താവിന് നന്ദി പറഞ്ഞ് ആ അനുഗ്രഹത്തിന്റെ വഴികളെ തുറന്ന് പ്രാപിപ്പാൻ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളുടെ അകത്തേക്ക് ദൈവത്തിന്റെ ആത്മാവ് വർഷങ്ങൾക്ക് പിറകിൽ എൻ്റെ അകത്തിട്ടൊരു ആത്മചിന്തയെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം. നിങ്ങൾ ബൈബിൾ തുറന്ന് കൊലോസി ലേഖനം 4-ാം അധ്യായത്തിനകത്തേക്ക് നിങ്ങളുടെ ചിന്തകളെ കൊണ്ടുവന്നാട്ടെ. 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം എടുത്ത ഒരാൾ ശബ്ദം ഉയർത്തി മറ്റുള്ളവരെല്ലാം മൗനമായി വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെ പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. വാക്യത്തിനായിട്ട് എല്ലാവരും ഒരു സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ആമേൻ പറയാൻ പറ്റുന്നവർക്ക് ആമേൻ പറയണം. പ്രതിഗാനമായിട്ടല്ല, ഞാൻ പറയാം, ഞാൻ ആമേൻ പറയൂ എന്ന് പറയുമ്പോൾ, കൈ ഉയർത്താൻ പറയുമ്പോൾ കൈ ഉയർത്തി പറയിക്കുന്ന ഭാഗമല്ല. നിങ്ങളുടെ ഉൾത്തടത്തിൽ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കത് ആത്മീയ ദൂതായിട്ടോ നിങ്ങളുടെ ഹൃദയത്തിന് ധൈര്യമായോ തീർന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളോട് പരിശുദ്ധാത്മാവ്, സൽമോൻ പാസ്റ്റർ അല്ല, നിങ്ങളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് കൊണ്ടാണ്, നിങ്ങളുടെ മനസ്സിനോട് ഈ ദൂത് വന്ന് തട്ടുന്നത് കൊണ്ടാണ് നിങ്ങളുടെ അകത്ത് ആ ധൈര്യമോ ആ ഒരു പ്രവണതയോ വെളിപ്പെടുന്നത്. അതുകൊണ്ട് ആ സമയത്ത് മൗനമായി ഇരിക്കരുത്. ആ സമയത്ത് ഹൃദയം തുറന്ന് കർത്താവിനെ സ്തുതിക്കുവാനും ആമേൻ പറഞ്ഞ് നിങ്ങളുടെ ലൈഫിനകത്തേക്ക് അതിനെ സ്വീകരിക്കുവാനും കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. കൊലോസി ലേഖനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനമാണ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ വെളിപ്പാടുകൾ, ദൈവം എനിക്ക് തന്ന ക്രിസ്തുവിനെക്കുറിച്ചും സഭയെക്കുറിച്ചുമുള്ള ഉത്ബോധ്യങ്ങൾക്കകത്ത് ഒത്തിരി തിരുത്തപ്പെടൽ നടത്തിയ ലേഖനമാണ് കൊലോസി ലേഖനം. ഇതിൻ്റെ വായന എത്ര തവണ ഞാൻ വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പോലും അറിയില്ല. ഒരുപാട് തവണ ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ ആഴ്ചയിലും ഒരുപാട് തവണ ഇതിൻ്റെ ഈ അധ്യായങ്ങൾക്കകത്ത് ഒരു ഭാഗങ്ങൾ ഞാൻ വായിക്കുവാനിടയായി തീർന്നു. എൻ്റെ ലൈഫിനകത്ത് വായിക്കും തോറും ദൈവാത്മാവ് ഒരുപാട് ആശയങ്ങളെ പറഞ്ഞു തുടങ്ങുവാനിടയായിത്തീർന്നു. ഈ പുസ്തകത്തിലേക്കും ഈ പുസ്തകം എഴുതിയ ആളിലേക്കും ഒക്കെ വരാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ 4-ാം അധ്യായം അതിൻ്റെ ഉപസംഹാരം. ആ ലേഖനം എഴുതി ഉപസംഹരിക്കുകയാണ്. ഹല്ലേലൂയ. തൻ്റെ അല്ലെങ്കിൽ
ഒന്ന് രണ്ട് വാക്കുകൾ സഭയെക്കുറിച്ച് ഒന്ന് പറയാം. പൗലോസ് പോയി പ്രവർത്തിച്ച ഒരു സഭയല്ല കൊലോസിയ സഭ. പൗലോസ് പോയി പ്രവർത്തിച്ച ഒരു സഭയല്ല കൊലോസി സഭ. ഹല്ലേലൂയ. ആ സഭയ്ക്കകത്ത് ഉയർന്നു പൊങ്ങുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ ആ സഭയിലെ പാസ്റ്റർ വേദന അനുഭവിക്കുകയും മാറിയിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ആ പ്രാർത്ഥനാ വിഷയവും അവിടെ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് അറിവുണ്ടാകുന്ന പൗലോസ് ആ കാലഘട്ടത്തിൽ ഈ വിഷയത്തിന് മറുപടി എഴുതാൻ, ഈ വിഷയത്തിന് ഉത്ബോധ്യങ്ങൾ നൽകാൻ കഴിയുന്ന വ്യക്തിയാകുന്ന പൗലോസിനോട് അവിടുത്തെ പാസ്റ്റർ പോയി വിവരം അറിയിക്കുകയും അതുവഴി മറുപടി എഴുതുന്ന ലേഖനമാണ് കൊലോസി ലേഖനം. മറുപടി എഴുതുന്ന ലേഖനം. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. 2 ലേഖനങ്ങളാണ് തിഹിക്കോസിന്റെ കയ്യിലും ഒനോസിമോസിന്റെ കയ്യിലും കൊലോസി സഭയിലേക്ക് കൊടുത്തു വിടുന്നത്. 2 ലേഖനങ്ങൾ. ഒരു ലേഖനം കൊലോസി സഭയ്ക്കുള്ളതല്ല, ഒരു ലേഖനം തൊട്ടടുത്ത പ്രദേശമാകുന്ന ലവോദിക്ക എന്ന് പറയുന്ന സ്ഥലത്തെ ഉള്ള സഭയ്ക്കുള്ള ലേഖനമാണ്. ആർക്കവിടെ? ലവോദിക്ക. എവിടെയാണെന്നാണ് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, വായിച്ചാൽ മനസ്സിലാകും. ഇങ്ങനെ പൗലോസ് എഴുതുന്നു, ഞാൻ നിങ്ങൾക്ക് എഴുതി തരുന്ന ഈ ലേഖനം നിങ്ങൾ വായിച്ച ശേഷം തൊട്ടടുത്ത സഭയാകുന്ന ലവോദിക്കാർക്ക് നിങ്ങൾ കൊടുക്കണം. അവർക്ക് വേണ്ടി ഞാൻ അയച്ചത് നിങ്ങളും വായിക്കണം. അപ്പം ലവോദിക്കാർക്ക് എഴുതിയ ലേഖനം നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്പം പൗലോസ് ഇത് കൂടാതെ ഒത്തിരി ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് ഇതിനകത്ത് നിന്ന് ആ സഭയുടെ ഒരു പുറത്തുവരവ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എബബ്രാസ് ആണ് ആ സഭയിലെ പാസ്റ്റർ. ആരാണ് എബബ്രാസ്? എബബ്രാസിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ആമേൻ. പൗലോസിന്റെ ഒരു ശിഷ്യനാണെന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ അധിക കാലങ്ങൾ ശിഷ്യത്വം സ്വീകരിച്ചു കൂടെയില്ലായിരുന്നു. പക്ഷേ തുറന്നോസിന്റെ പാഠശാലയിൽ എഫെസോസിൽ വെച്ച് പഠിപ്പിക്കുന്ന പഠന മേഖലകൾക്കകത്ത് ഒരു ശിഷ്യനായി, ഒരു പഠിതാവായിട്ട് ഈ മനുഷ്യൻ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. എഫെസോസ് എന്ന പട്ടണത്തിലേക്ക് ഈ മനുഷ്യൻ എത്തിപ്പെടേണ്ട സാഹചര്യം കൊലോസിയ എന്ന പറയുന്ന സ്ഥലത്ത് നല്ല വ്യാപാര വാണിജ്യ മേഖലയാകുന്ന മേഖലകൾക്കകത്ത് ബിസിനസ്സുകാരനാകുന്ന ഈ മനുഷ്യന് ഒരു ലോസ് ഉണ്ടായി. തൻ്റെ ബിസിനസ്സിനകത്ത് ഒരു ലോസ് ഉണ്ടായി. വലിയ നഷ്ടങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ അതിജീവിക്കുവാൻ ആ കാലഘട്ടത്തിൽ ആ ദേശത്തുണ്ടായ ക്ഷാമം പ്രതി അദ്ദേഹം മറ്റ് ദേശങ്ങളിലേക്ക് വ്യാപാരത്തിന് കടന്നുപോയി. അങ്ങനെയാണ് താൻ പൗലോസിനെ വഴിമധ്യേ കാണുന്നത്. തൻ്റെ ഉദ്യമങ്ങളെല്ലാം ഉപേക്ഷിച്ച് താൻ ദൈവവചന പഠനത്തിനായി വേർതിരിക്കപ്പെടുന്നു. വേർതിരിക്കപ്പെട്ട മനുഷ്യൻ അഭിഷേകത്താൽ ജ്വലിക്കപ്പെടുകയും അവിടെ നിന്ന് താൻ മടങ്ങി തൻ്റെ സ്വദേശമാകുന്ന കൊലോസിയിലേക്ക് പോകുന്നു. കൊലോസിയ മാത്രമല്ല, കൊലോസിയ, ഹീരപ്പൊയ്ക, ലവോദിക്ക എന്നീ പറയുന്ന പട്ടണങ്ങൾക്കകത്ത് ഉണർവയക്കാൻ ദൈവം എഴുന്നേൽപ്പിച്ച ഒരു സുവിശേഷകനാണ് എബബ്രാസ്. ആമേൻ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തിൽ ഒരു ആശയോടെ പറയുന്നു, ദേശങ്ങളെ ഉണർവിലേക്ക് നയിക്കാൻ എഴുന്നേൽപ്പിച്ച ഉണർവിൻ്റെ സുവിശേഷകന്മാരാണ് എൻ്റെ ശബ്ദം കേൾക്കുന്നത്. നിങ്ങൾ കാണുന്ന തോന്നുന്നില്ലെങ്കിലും ഞാൻ നിങ്ങളെ നോക്കി പറയുന്നു, ഹല്ലേലൂയ, ഉണർവിനായി ദൈവം എഴുന്നേൽപ്പിച്ച സുവിശേഷകരാണ് നിങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മേ ബി യു ആർ എ ബിസിനസ് മാൻ. നിങ്ങൾ ഒരു ബിസിനസ് മാൻ ആയിരിക്കാം, നിങ്ങളൊരു ജോലിക്കാരനായിരിക്കാം. പക്ഷെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി തിരിച്ചറിഞ്ഞാൽ നിങ്ങളിലൂടെ ദേശങ്ങൾ പുറത്തു വരുവാനിടയായിരിക്കും. ഒരു ബിസിനസ്സുകാരൻ്റെ ലൈഫിനകത്തുണ്ടായ ഒരു തളർച്ച ദേശത്തിൻ്റെ ഉണർവുകൾക്ക് കാരണമായി തീർന്നെങ്കിൽ, ദേശത്തിൻ്റെ പുറത്തുവരവുകൾക്ക് കാരണമായി തീരുന്നെങ്കിൽ, കൊലോസ്യ പോലെയുള്ള പട്ടണങ്ങളെ ഉണർവിലേക്കും ഹല്ലേലൂയ ദൈവപ്രവൃത്തിയിലേക്കും നയിക്കുവാൻ കാരണമായി തീർന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ അഭിഷേകത്തോടെ വിളിച്ചു പറയുന്നു, ഈ പകൽ നിങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ആൾക്കാരെ ജനിപ്പിക്കാനുള്ള ഒരു പുതിയ അഭിഷേകം നിന്റെ തലയ്ക്ക് മീതെ ദൈവം ഇട്ടിട്ടുണ്ട്. മുണ്ടക്കയങ്ങളുടെ ഗ്രാമങ്ങളെ സുവിശേഷിക്കാൻ ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിച്ചതാണെന്നുള്ള ഉത്ബോധ്യത്തിനകത്തേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകട്ടെ. ആമേൻ, ഹല്ലേലൂയ. ഒരുപാട് ആത്മഹത്യകൾ പതുകിയിരുന്ന കൊലോസ്യ പട്ടണത്തിന്റെ
കുടുംബങ്ങൾക്കകത്തേക്ക് ദൈവശക്തിയുടെ നീതിയുള്ള സുവിശേഷത്തെ കൊടുത്ത സുവിശേഷകനായി കൊലോസ്യ പട്ടണത്തിലെ ഒരുവനായ ആ എപ്പഫ്രാസിനെ ദൈവം കരങ്ങളിൽ ഉപയോഗിച്ചെങ്കിൽ മടിക്കാതെ ഈ പകല് പറയുന്നു, ഈ പട്ടണത്തിനകത്ത് ജനിച്ച് ഈ പട്ടണത്തിനകത്ത് വളർന്ന് ഈ പട്ടണത്തിന് വേണ്ടി ദൈവം നിയോഗിച്ച വ്യക്തിയാണ് നീ എന്നുള്ള തിരിച്ചറിവിനകത്തേക്ക് നീ ഇന്ന് കയറിക്കോണം. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. ഗദരദേശം എന്ന് പറയുന്ന ഒരു ദേശമുണ്ട്, ഗദരദേശം. ഹല്ലേലൂയ. 10 പട്ടണങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലങ്ങളുടെ ഒരു ഭാഗമാണ് ദെക്കപ്പോലിത്ത എന്ന് പറയുന്നത്. 10 പട്ടണങ്ങൾ എന്നാണ്. അവിടുത്തെ ഒരു സ്ഥലമാണ് ഗദര എന്ന് പറയുന്നത്. ആ ദേശത്തിലെ ഒരു മനുഷ്യൻ, അവൻ ഹല്ലേലൂയ ഭൂതാത്മാവിനാൽ, പൈശാചികാത്മാവിനാൽ, വചനം കൃത്യമായി പറയുന്നു, അവൻ അശുദ്ധാത്മാവിനാൽ പിടിക്കപ്പെട്ടു. അശുദ്ധാത്മാവിനാൽ പിടിക്കപ്പെട്ടു. ചങ്ങലകൾ കൊണ്ട് അവനെ ഒതുക്കാൻ കഴിഞ്ഞില്ല. ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചിട്ടും ഉരുമി പൊട്ടിച്ച് അവൻ ഓടി അവന്റെ ജീവിതത്തെ എന്നേക്കുമായി നിർത്തൽ ചെയ്യുന്ന ആ കല്ലറയ്ക്കകത്ത് അഭയം പ്രാപിക്കുകയും അതിനകത്ത് ഒതുങ്ങാൻ കഴിയാതെ വണ്ണം ദേശത്തിലെ ആൾക്കാരെ കൊണ്ട് വെറുക്കപ്പെട്ട ഒരു മനുഷ്യനെ തേടി യേശു കയറി വന്നു. ഹല്ലേലൂയ. റിസൾട്ട് ഞാൻ പറയാം. യേശു ആ ഒറ്റ മനുഷ്യനെ തൊട്ടിട്ടുള്ളൂ, ഒറ്റ മനുഷ്യനെ. അവൻ 10 പട്ടണങ്ങൾക്ക് സുവിശേഷകനായി വേർതിരിക്കപ്പെടുവാനിടയായി തീർന്നു. ഇപ്പകൽ സഭയെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, നിന്നെ ദൈവം എഴുന്നേൽപ്പിച്ചതിന്റെ പിന്നിൽ ഒരു ദൈവത്തിന്റെ ഇഷ്ടമുണ്ട്. ദൈവം നിന്നെ പുറത്തു കൊണ്ടുവന്നതിന്റെ പിന്നിൽ ദൈവത്തിന് ഒരു ഇഷ്ടമുണ്ട്. അത് ദേശങ്ങളെ ഉണർവിലേക്ക് നയിക്കാനുള്ള ഒരു ദൈവ പദ്ധതിയുടെ ഭാഗമാണ്. ഒന്ന് പ്രത്യേകിച്ച് എപ്പഫ്രാസിനെ കുറിച്ച് പറയാൻ താല്പര്യപ്പെടുന്നു. അവന്റെ ലൈഫിനകത്ത് കയറി വന്ന ഒരു ചെറിയ പ്രശ്നമാണ് അവനെ സുവിശേഷകനാക്കി മാറ്റിയത്. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു, ആരെങ്കിലും ജോലി നിമിത്തം, ആരെങ്കിലും ബിസിനസ് നിമിത്തം, ആരെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ദൈവത്തിന് നിന്നെക്കുറിച്ച് ഒരു മാസ്റ്റർ പ്ലാൻ വേറെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരേ പ്രശ്നം ഉണ്ടാകുമ്പോൾ കോംപ്രമൈസ് ചെയ്യരുത്. കോംപ്രമൈസ് ചെയ്യാതെ എന്തിനു വേണ്ടി ഇത് ഞാൻ അനുഭവിക്കേണ്ടി വന്നു? കർത്താവ് എന്നോട് വല്ലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഞാൻ എൻ്റെ കാത് അവന് വേണ്ടി വിട്ടുകൊടുക്കുന്നുണ്ടോ? ഇന്ന് രാവിലെ കർത്താവ് ചോദിക്കുന്നു, ഹല്ലേലൂയ, നീ തീരാത്ത ഒരു നഷ്ടബോധം. എന്നോട് ആത്മാവ് അങ്ങനെ പറയുന്നു. എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഒരു നഷ്ടബോധം പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിന്റെ അല്ല, നിന്റെ അകത്ത് കിടക്കുന്ന ആത്മാവിന്റെ വിചാരമാണത്. ഹല്ലേലൂയ. ആരുടെയൊക്കെയോ ജീവിതത്തെ ക്രിസ്തുവിലേക്ക് തിരിക്കാൻ വേണ്ടി ദൈവം നിന്നെ ഉപയോഗിക്കാൻ, നിന്റെ ശബ്ദവും കരവും പണവും ജീവിതവും പൂർണ്ണമായി ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടാൻ വേണ്ടി നീ അറിയാതെ നിന്റെ അകത്തുണ്ടാകുന്ന ഒരു വേദനയാണത്. മലയാളത്തെ പറഞ്ഞ ആത്മഭാരം എന്ന് പറയും. ആത്മഭാരമുള്ള സഭ നിറഞ്ഞിരിക്കും. പറഞ്ഞാട്ടെ, ആത്മഭാരമുള്ള സഭ നിറഞ്ഞിരിക്കും. ആത്മഭാരമുള്ളവന്റെ അടുക്കലേക്ക് ജനം ഓടിക്കൂടിയിരിക്കും. ഹല്ലേലൂയ. എൻ്റെ മെസ്സേജ് മാറിപ്പോകുക. ഹല്ലേലൂയ. ആരും കടന്നു വരാത്ത യോർദാന്റെ കരയിലേക്ക് കുത്തുകൊള്ളാൻ താല്പര്യപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടം ജനം ഓടിയെടുക്കുന്നതിന്റെ പിന്നിൽ യോഹന്നാൻ എന്ന സ്നാപകനെ പേടിച്ചത് കൊണ്ടല്ല, കുത്തുകൊള്ളത്തക്ക രീതിയിൽ അവരുടെ മനസ്സോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം സ്വർഗത്തിൽ നിന്ന് ആ മനുഷ്യന്റെ ശരീരത്തിലൂടെ, നാവിലൂടെ പുറപ്പെടുന്നത് കൊണ്ട് ആത്മാവനോട് പറയുന്നു, ആരെയൊക്കെയോ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. നിന്റെ നാവിന്റെ നിന്റെ നാവിന്റെ ശബ്ദം മാറാൻ പോകുന്നു, നിന്റെ നാവിന്റെ ആക്ട് മാറാൻ പോകുന്നു, നിന്റെ ലൈഫ് സ്റ്റൈൽ മാറാൻ പോകുന്നെന്ന് എന്നോട് പരിശുദ്ധാത്മാവ് പ്രവചിക്കാൻ പറയുന്നു. ജീവിതം സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ പിറകിൽ ഒരു ജനറേഷൻ ഇറങ്ങിയിരിക്കും. ഹല്ലേലൂയ. എഴുത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാ, ഞാൻ നിങ്ങളിൽ ഒരുത്തനാ. പക്ഷെ നിങ്ങളിൽ ഒരുത്തൻ മാത്രമല്ല. ഹല്ലേലൂയ. നിങ്ങളിൽ ഒരുത്തനായിരുന്നു. എണ്ണപ്പെട്ട ബിസിനസ്മാരിൽ ഞാനും ഒരാളായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ അതിൽ മാത്രം ഒതുങ്ങുകയല്ല, മറിച്ച് ഞാൻ ഈ ദേശത്തിൻ്റെ ഒരു സുവിശേഷകനും ഈ ദേശത്തിൻ്റെ ഒരു അഭിഷക്തനുമായി മാറിക്കൊണ്ടിരിക്കുന്നു. ദൈവം നിന്നെ കണ്ട പദ്ധതിക്കകത്തേക്ക് മാറി ചവിട്ടാൻ ആത്മാവ് ഇന്ന് പകൽ നിന്റെ മനസ്സിനോട് ബുദ്ധി ഉപദേശിക്കുന്നു. ഈ പകല് ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള പദ്ധതിക്കകത്തേക്കൊന്ന് ചേർന്ന് നിന്നാൽ നീയും വ്യത്യസ്തനായി ദൈവം നിന്നെ ഉയർത്തുക തന്നെ ചെയ്യും. 3 പട്ടണങ്ങൾക്കകത്ത് ആത്മാവിന്റെ തീയിട്ട വ്യക്തിയാണ് പൗലോസ്. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ഞാൻ ആത്മാവിൽ പറയുന്നു,
വെറുതെ സുവിശേഷീകരണം മാത്രമല്ല, ആത്മാവിന്റെ തീയിടാൻ. ആമേൻ, ഹല്ലേലൂയ. ആത്മാവിന്റെ തീയിടാനുള്ള ഒരു പ്രാർത്ഥന ലൈഫും പ്രവൃത്തി ജീവിതവും നിങ്ങളുടെ ലൈഫിനകത്ത് പരിശുദ്ധാത്മാവ് തുടങ്ങട്ടെ. ഹല്ലേലൂയ. ഈ മനുഷ്യൻ സഭയ്ക്കകത്ത് അങ്ങനെ പുറത്ത് ഒരു കൂട്ടം ജനം പുറത്തു വന്നു. ആ ദേശത്തിലെ സുവിശേഷകൻ ആ സഭയിലെ പാസ്റ്ററായി. എബബ്രാസ് പാസ്റ്ററായി. അടുത്ത പറഞ്ഞു പറ. എബബ്രാസ് കൊലോസി സഭയിലെ പാസ്റ്ററായി. അങ്ങനെ ഇരിക്കുമ്പോൾ തത്വചിന്തകന്മാരുടെ ഒരു കൂട്ടം സഭയ്ക്കകത്തേക്ക് കയറി. തത്വചിന്തകന്മാർ മാത്രമല്ല, യഹൂദ മത അനുസാരികൾ, യഹൂദ മതത്തിലൂടെയുള്ള അനുഭവങ്ങളെ പഠിപ്പിക്കുന്നവർ കയറി. ഈ രണ്ട് പ്രശ്നങ്ങളെ തിരുവചനത്തിന്റെ ശക്തി കൊണ്ട് നേരിടാൻ അറിയാത്ത മനുഷ്യൻ ഒറ്റയ്ക്ക് മാറിപ്പോയിരുന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതാണ് പൗലോസ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരാ പ്രാർത്ഥിക്കുന്നത്? എബബ്രാസ് പ്രാർത്ഥിക്കുന്നു. ആരാണ് സഭയുടെ ഇടയൻ? എബബ്രാസ്. നിങ്ങൾ നന്നായി വായിച്ചാൽ മതി. പൗലോസ് അല്ല പ്രാർത്ഥിക്കും. പൗലോസിന്റെ പ്രാർത്ഥന വേറെ കിടപ്പുണ്ട്. ഹല്ലേലൂയ. അവൻ നിങ്ങൾക്ക് വേണ്ടി, പൗലോസാ പറയുന്നത്, അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നല്ല, അവൻ പ്രാർത്ഥനയിൽ പോരാടുന്നു. അവൻ പ്രാർത്ഥനയിൽ. അപ്പൊ അങ്ങനെ ഒരു സാധനമുണ്ട്. എന്താണ്? കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം, ആവശ്യത്തിന് പ്രാർത്ഥിക്കാം, പരിഭവത്തോടെ പ്രാർത്ഥിക്കാം. അതൊന്നും അല്ല, ഇത് വേറൊരു ലെവൽ പ്രാർത്ഥന. എന്താണ്? പ്രാർത്ഥനയിൽ പോരാടും. നമ്മൾ ഈ പോരാട്ടം എന്നൊക്കെ കേട്ടേക്കുന്ന വേറെ രീതിയിലാണ്. ഇവിടെ കുറവാണ്. ഞാനത് ഒട്ടും അനുവദിക്കാറില്ല. തണ്ണിപ്പാസം അത് ഒട്ടും അനുവദിക്കാറില്ലാത്തതുകൊണ്ട് നിങ്ങളത് കേൾക്കാറില്ല. അതുകൊണ്ട് പുറത്ത് പോരാട്ടം. ഈ കൊലോസി ലേഖനത്തിനകത്തൂടെ ആ വാക്ക് തന്നെ തുടങ്ങുന്നത് പൗലോസ് പറയുന്നത് എഫീസി ലേഖനത്തിനകത്ത്, ഗലാത്യ ലേഖനത്തിൽ കിടപ്പുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് ആർക്കാ പോരാട്ടമുള്ളത്? നമുക്കാണ് പോരാട്ടമുള്ളത്. നേരെ തിരിച്ചാണ് ഇപ്പൊ പ്രസംഗിച്ചു വെക്കുന്നത്. നമ്മോടാണ് പോരാട്ടം. എങ്ങനെയാണ്? അതാണ് ഇത് രണ്ട് വെളിപ്പാടാണ്. ചിലര് പറയും നമ്മോടാന്ന് പറയാൻ നീ മേടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കും. ഇല്ല, ഞാനാണ് അങ്ങോട്ട് പോരാടുന്നെന്നുള്ള തിരിച്ചറിവ് വന്നാൽ നീ ആയിരിക്കും ആ പോരാട്ടത്തിൽ. സർവായുധ വർഗം ധരിപ്പിച്ച് ദൈവത്തിന്റെ സഭയെ ദൈവം നിർത്തിയിരിക്കുക. എങ്ങനെയാണ്? രണ്ട്, നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക. രണ്ട് സൈഡാണ്. ഒന്ന് ദൈവത്തിന്റെ സഭയാണ്. ദൈവത്തിന്റെ യേശുവിന് പകരക്കാരനായി യേശു ഭൂമിയിൽ നിർത്തിയിരിക്കുന്നത് ആരെയാ? യേശുവിന് പകരക്കാരനായിട്ട് ദൈവം നിന്നെ നിർത്തിയിരിക്കുക. ഒന്ന് പറ, നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് പറ. നിങ്ങൾ പറ. യേശുവിന് പകരമായി മുണ്ടക്കയത്ത് നിർത്തിയിരിക്കുന്ന ആളാണ് നീ. ഇത് പറഞ്ഞിട്ട് കേറുന്നില്ല. പറഞ്ഞ യേശുവിന് പകരക്കാരനായി നിർത്തിയിരിക്കുന്ന ആളാണ് നീ. യേശു ചെയ്തത് ചെയ്യാൻ, യേശു ചെയ്തതിന് അധികം ചെയ്യാൻ. ഹി ഈസ് വെയിറ്റിംഗ് ഫോർ യു. യേശു നീ പ്രവർത്തിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഹല്ലേലൂയ. യേശുവിന് പകരക്കാരനായി അവന്റെ സർവായുധ വർഗം ധരിപ്പിച്ച് നിൽക്കുന്ന ഒരു കൂട്ടം, അതാണ് സഭ. അപ്പുറേ നിൽക്കുന്നവന്റെ തല തകർത്തിട്ടേക്കുക. ആര്? യേശു കാൽവരി കുരിശിൽ സാത്താന്റെ തല തകർത്തെന്ന് പറഞ്ഞാൽ പാപമെന്ന സ്വാധീനത കൊണ്ട് മനുഷ്യനെ പിടിക്കാനുള്ള സാത്താന്റെ ആയുധത്തിന്റെ ആ മൊന കർത്താവ് ഓടിച്ചു. ആമേൻ, ആമേൻ. മനുഷ്യന്റെ മുമ്പിൽ പാപത്തിന്റെ സ്വാധീനത കൊണ്ട് മനുഷ്യനെ തടയാൻ കഴിയാത്ത രീതിയിൽ ദൈവത്തിന്റെ കൃപ ക്രൂശിലൂടെ വ്യാപരിച്ചു തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലാ ചിന്തകളെയൊക്കെ ഒന്ന് ഉണർത്തി വിട്ട് അത് പല മേഖലകൾക്കൊക്കെ അത് വിടുതലായിത്തീരും. ആമേൻ. ഇങ്ങനെ തടയപ്പെട്ട ആ പാപത്തിന്റെ ശക്തിക്കെതിരെ ജയം പ്രാപിച്ചു നിൽക്കുന്ന സഭയും വീണ് കിടക്കുന്ന സാത്താന് കർത്താവ് പറയുന്നത് ചവിട്ടിക്കൊള്ളാനാ പറഞ്ഞത്. എന്താണ്? ചവിട്ടിക്കൊള്ളാൻ. ഇവിടെ നിന്നുകൊണ്ട് പറയാണ് നമ്മോടാ പോരാട്ടം.
അല്ലേ? എന്താണ്? സത്യത്തിൽ ഫറവോൻ ഇസ്രായേൽ ജനത്തോട് പൊക്കോളാൻ പറഞ്ഞതിന്റെ പിന്നെ കാര്യം എന്നാ? പൊറുതി മുട്ടി നിൽക്കുക. എന്താ അല്ലേ? എന്നാ റാമയിൽ ഒരു കരച്ചിൽ കേട്ടെന്നാ പറഞ്ഞേ. മിസ്രൈമിലെ ആദിജാതകന്മാർ മുഴുവൻ മരിച്ചു വീണ് കിടക്കാൻ നേരത്ത്, അത് മൃഗങ്ങൾ ഉൾപ്പെടെ സകലതും മരിച്ചു വീണ് കിടക്കുമ്പോൾ ഫറവോൻ ഉൾപ്പെടെ വാവിട്ട് കരഞ്ഞു. ആ കരച്ചിലിന് ഒരു ശബ്ദമുണ്ട്, ഇറങ്ങിപ്പോക്കോ ഇങ്ങോട്ടാ, ഇനി ഞങ്ങൾ. ഇതാണ് സത്യത്തിൽ സംഭവിച്ചത്. പക്ഷെ പോന്ന അവർക്ക് ഒരു പേടി, ഫറവോൻ പുറകെ വരുവോ? ആ പേടിയാണ് സത്യത്തിൽ ഫറവോനെ പുറകെ കൊണ്ടുവന്നെ. ആ മനുഷ്യൻ അവിടെ വെറുതെ ഇരുന്നേനെ, ചാകണ്ടി വരത്തില്ലായിരുന്നു. ഇവരുടെ പേടിയാണ് അവനെ എവിടെ കൊണ്ട്. ഈ സ്നാനം എന്ന് പറയുന്നത് പുതിയ മനുഷ്യനിലേക്ക് വലിച്ചു കയറ്റുന്ന ഒരു ഭാഗമാണ്. പുതിയ മനുഷ്യൻ. അതുപോലെ തന്നെയാണ് ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് തൻ്റെ കരം കൊടുത്ത് വലിച്ചിറക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. അതിനാണ് പറയുന്നത്, ബലമുള്ള ഭുജം കൊണ്ട് അവൻ നമ്മളെ ഇറക്കി. ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് ബലമുള്ള ഭുജം കൊണ്ട് അവൻ വലിച്ചു പുറത്തിറക്കി. മിസ്രൈമിന്റെ ഇടയ്ക്ക് കിടക്കുന്ന, മിസ്രൈമിൽ നിന്ന് പുറത്തു വന്ന ഇസ്രായേൽ ജനം, അവർക്ക് ഞാനിട്ട പേര്, ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ഞാനിട്ട പേര് 2 ജനറേഷനുണ്ട്. എത്ര പേരുണ്ട്? 2 ജനറേഷൻ. ഒന്ന് യോശുവയുടെ കീഴിൽ ഒരു ജനറേഷൻ. എവിടെ ഉണ്ടായതാ? അവർ മരുഭൂമിയിലുണ്ടായ ആൾക്കാർ. അവർക്ക് ഫറവോനെ അറിയത്തില്ല, അവർക്ക് ഫറവോനെ പേടിയില്ല. അവർ കണ്ടിട്ടുള്ളത് എന്നാ? അവർ ഇട്ടപ്പം മുതൽ ഒരു ഡ്രസ്സാണ്, പഴകുന്നില്ല, ചെളിയാകുന്നില്ല. അവർ വളരുന്ന അനുസരിച്ച് എന്തോ ഇതുപോലെ ഒരു മനുഷ്യൻ, അവർ വളരുന്ന അനുസരിച്ച് വളരുന്ന ഒരു ചെരുപ്പ്, അവർ വളരുന്ന അനുസരിച്ച്. നമ്മളൊന്നും അല്ല ഓട്ടോമാറ്റിക് ലിബർട്ടി ജീവിക്കുന്ന, അവരാന്ന് തോന്നുന്നത്. ഇത്ര ഫ്രഷ്. അമേൻ. ഞാൻ ഇപ്പൊ ചിന്തിക്കുന്നൊരു ഭാഗമുണ്ട്. ആ വസ്ത്രം ചെളിയാകുന്നില്ലെങ്കിൽ അവരുടെ ശരീരം ചെളി പിടിക്കുന്നില്ലെന്നുള്ള ഇതിനകത്ത് അല്ലേ? ഇപ്പൊ എന്തൊരു അന്തരീക്ഷത്തിനോ, അത് എവിടെയാ നടക്കുന്നത്? മരുഭൂമിക്കൂടെയാണ് നടക്കുന്നത്. അപ്പൊ എന്തൊരു എയർ കണ്ടീഷനിലായിരിക്കും, എന്തൊരു എയർ കണ്ടീഷനായിരിക്കും ആ അന്തരീക്ഷം. അവൻ ഇത് പറയുമ്പോ ഒരു കാറ്റ് വരുന്നുണ്ട്. അതെ, ഇത് പറയുമ്പോ, ഇത് പറഞ്ഞാലേ വരത്തുള്ളൂ, നമ്മൾ പറഞ്ഞില്ല ഇത് വരത്തില്ല. അപ്പൊ ഒരു എയർ കണ്ടീഷൻ ലെവലാണ് വരുന്നത്. ഞാൻ എൻ്റെ ഒരു സ്പിരിച്വൽ ഡോക്ടറുണ്ട്, അവള് ഉക്രൈനിലായിരുന്നു, ഇപ്പം ജോർജിയയിലാണ്. അവള് വിളിച്ചു, എന്നോട് വെച്ചിട്ട് എല്ലാ ദിവസവും ഒന്നും കുളിക്കാൻ പറ്റത്തില്ല. ഞാൻ നീ എന്നെ പരിപാടി കാണിക്കുന്നത്, അപ്പൊ എനിക്ക് ഇവിടെ കിടക്കുന്നത് അറിയാൻ പറ്റുമോ? ഇപ്പൊ അവിടെ ചിന്തിക്കുന്നവരിവിടെ ചിന്തിക്കരുത്. ഇന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല, ഉറങ്ങണമെങ്കിൽ ഹീറ്റർ വെച്ച് ചൂടാക്കിയിട്ട് വേണം. അതുപോലെ തണുപ്പാ. ഞാൻ ഈ ഇട കേട്ട്, ഞങ്ങളുടെ വീട്ടിലൊക്കെ ഫ്രിഡ്ജിനകത്തൊക്കെ രാവിലെ വെച്ചാൽ വൈകുന്നേരം ചീത്തയാവും, അല്ലെങ്കിൽ 2 ദിവസം ചീത്തയാവും. ഞാൻ കഴിഞ്ഞ ദിവസം ബീച്ചിനൊക്കെ വന്നപ്പോൾ അവര് പറഞ്ഞിട്ട്, ഒരു മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കി വെച്ച ഫുഡ് അവിടെ ഇരിക്കുന്നുണ്ട്. ആ കാലാവസ്ഥയുടെ പ്രത്യേകതയാ. ആമേൻ. ഈ ഭൂമിയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ആ മേഘത്തിന്റെ കീഴിൽ എങ്ങനെ ആയിരിക്കും? അങ്ങനെ ഒരു മേഘമാണ് നിങ്ങളുടെ അകത്ത് വന്നിരിക്കുന്ന ഹോളി സ്പിരിറ്റ് എന്ന കാര്യം തിരിച്ചറിയണം. ഉത്ബോധി ഉണ്ടാകുന്നിടത്താണ് ദൈവപ്രവൃത്തികൾ ആരംഭിക്കുന്നത്. ഹല്ലേലൂയ. ഇപ്പോഴും 2% ഉണ്ടായിട്ടുള്ളൂ, 100% പുറത്ത് കിടക്കുകയാണ്, ബാക്കിയുടെ കയറി പിടിക്കണം. ഹല്ലേലൂയ. ആർക്കാ പോരാട്ടം? സത്യത്തിൽ ആർക്കാ പോരാട്ടം? നമുക്ക് അങ്ങോട്ടാ. നമുക്ക് ഇന്ന് അകത്തോട്ട് കയറിയാൽ ഞാൻ ഈ വിഷയം വിട്ടേക്കാം, എന്റെ വിഷയം വേറെയാണ്. ആർക്കാ പോരാട്ടം? നിനക്ക് ഇങ്ങോട്ടല്ല പോരാട്ടം, നിനക്ക് അങ്ങോട്ടാ പോരാട്ടം. ഹല്ലേലൂയ. അവൻ നിന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. ഏദനിലെ ഉടമസ്ഥനാരാ? ഏദനിലെ ഉടമസ്ഥനാരാ? ആദമ അനുവാദം കൊടുത്തു. ആർക്ക് കൊടുത്തേ? സാത്താന് കൊടുത്തപ്പോൾ അവൻ കാര്യക്കാരനായ.
ഇപ്പോഴും എല്ലാവരും പറഞ്ഞ സർവ്വലോകവും ദുഷ്ടന്റെ. ഇടയ്ക്ക് കർത്താവ് വന്ന് പോയി പിടിച്ചു മേടിച്ചാൽ ആരും അറിഞ്ഞില്ല. ഇടയ്ക്ക് ഇങ്ങോട്ട് കർത്താവ് വന്നു, സകലതും പിടിച്ചു മേടിച്ചു. ആരെന്നും പിടിച്ചു മേടിച്ചു? അങ്ങനെയല്ലേ അല്ലേ? മത്തായി സുവിശേഷം ഏറ്റവും അവസാനത്തെ വാക്യം, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്, വാക്യമായി, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എങ്കിൽ നിക്ഷേപിക്കും. അതുകൊണ്ട് നിങ്ങൾ പുറപ്പെട്ട് ഞാൻ നിങ്ങളോട് ഉപദേശിച്ചതൊക്കെയും അവരെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്നാണ്. ഇതിന് അപ്ഡേഷനുണ്ട്. കർത്താവ് മേടിച്ചെന്ന് മാത്രമല്ല, സർവ്വതും നിറയ്ക്കുന്ന നിറവായിരിക്കുന്ന സഭയ്ക്ക് അധികാരത്തിന്റെ കൈമാറ്റം കൊടുത്തിട്ട് കർത്താവ് നോക്കിയിരിക്കുക നീ പ്രവർത്തിക്കാൻ. ഇപ്പൊ നീ നിന്നെന്ത് പറയുകയാണ്, അവൻ എന്നോട് പോരാട്ടമാണെന്ന് പറഞ്ഞാൽ, ഈ വെളിപ്പാടിനകത്താണ് ഒരു 80% കേരളത്തിലെ സഭ ഓടുന്നതെന്ന് അറിയാം. ഏതാ? ഇങ്ങോട്ട് പോരാടുന്ന സാത്താനെ പേടിച്ച് ജീവിക്കുന്നതാണ്. ചിലർ ലൈറ്റ് പോലും നിർത്താറില്ല രാത്രി, കറണ്ട് ചാർജ് കൂട്ടുക എന്നല്ലാതെ വേറെ എന്താ. ഇനി അങ്ങനെ ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചിട്ടേ പോകാവുള്ളൂ. ഇന്ന് രാത്രി ലൈറ്റ് ഇട്ടോണം. യു ആർ ദ ലൈറ്റ്. നീയാണ് ലൈറ്റ്. കറണ്ട് ചാർജ് കൊടുക്കേണ്ടാത്ത ലൈറ്റ് നിങ്ങളാണ്. കർത്താവ് അങ്ങനെ പറഞ്ഞ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറഞ്ഞിട്ട് പോയപ്പോ പറഞ്ഞു, ഇപ്പോ നിങ്ങളാണ് ലോകത്തിന്റെ വെളിച്ചം. ആമേൻ, ഹല്ലേലൂയ. അപ്പം നമുക്ക് ഇങ്ങോട്ടല്ല പോരാട്ടം, നമുക്ക് അങ്ങോട്ടാണ്. അതന്നെ സഭയെക്കുറിച്ച്, സഭ ബലാത്കാരം ചെയ്യും. നിങ്ങളെ ബലാത്കാരം ചെയ്യാൻ ദൈവം നിങ്ങളെ അനുവദിക്കാൻ പോവുക. ഹല്ലേലൂയ. നിങ്ങളിൽ നിന്ന് മോഷ്ടിച്ചത്, ദൈവത്തിൽ നിന്ന് മോഷ്ടിച്ചത്, ദൈവത്തിന്റെ മക്കളെ മോഷ്ടിച്ചത് തിരികെ പിടിക്കാൻ ദൈവം പോരാടാൻ വേണ്ടി എഴുന്നേൽപ്പിച്ച വ്യക്തികളാണ് നിങ്ങൾ. ഹല്ലേലൂയ. ആ തിരിച്ചറിവിലേക്ക് നിങ്ങളെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്കുള്ള അഭിഷേകം റെഡിയായി നിങ്ങളുടെ അകത്ത് വരും. ഇതൊക്കെ ഓരോ ധൈര്യത്തിനകത്താണ്. ഇന്ന് പ്രവചിക്കാൻ നിങ്ങളുടെ ശബ്ദം ഇനി സാത്താന്റെ പ്രവർത്തികൾക്ക് വിരോധമായി ശക്തിയോടെ മുഴങ്ങണം. 1-2 ഭാഗങ്ങൾ ഈ ഒരു വിഷയത്തിനകത്ത് കൊലോസ്യ ലേഖന കർത്താവ് പറയുന്നു. ഈ മനുഷ്യൻ പ്രാർത്ഥനയിൽ പോരാടുക. പ്രാർത്ഥനയിൽ വിഷയം നേരെ കൊണ്ട് പൗലോസിന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല. ഈ വിഷയത്തിന്റെ പരിഹാരത്തിനായി ദൈവസന്നിധിയിൽ അദ്ദേഹം വെക്കുകയാണ്. പരിഹാരത്തിനായി 2 ഡോറാണ് താൻ മുട്ടുന്നത്. ഒന്ന്, ഈ വിഷയത്തിന് മറുപടി എഴുതാൻ കഴിയുന്ന പൗലോസിന്റെ കരത്തിലാണ് ഈ വിഷയം കൊണ്ട് അവതരിപ്പിക്കുന്നത്. 2, അല്ലെങ്കിൽ ഒന്നാമതായി, ആദ്യം ഈ വിഷയത്തിന്റെ പരിഹാരത്തിനായി, സഭയിൽ എഴുന്നേറ്റ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനായി പ്രാർത്ഥനയിൽ പോരാടുക. ഈ വിഷയം, ഈ ഒരു പ്രാർത്ഥനാ വിഷയം, ഈ പ്രാർത്ഥനയിൽ പോരാടുന്നവനെ ഈ സഭയ്ക്ക് പൗലോസ് വെളിപ്പെടുത്തുക. അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുന്നു. ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. സഭയുടെ എന്നോടുകൂടിയാണ്. ആമേൻ, ഹല്ലേലൂയ. സംസാരിക്കുന്നു. എഴുന്നേറ്റ് വന്ന സകല പ്രശ്നങ്ങൾക്കും വിരോധമായി ദൈവത്തോട് ഒരു പ്രാർത്ഥനയിൽ പോരാടുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ സകല വിഷയത്തിനും പരിഹാരങ്ങളുണ്ടാകും. പ്രാർത്ഥിക്കാതെ ഒരു വിടുതൽ. പ്രാർത്ഥിക്കുന്നവനെ കുറിച്ച് 3 ഭാഗമാണ് ബൈബിൾ എഴുതുന്നത്. ചോദിപ്പീൻ, മുട്ടുവീൻ, അന്വേഷിപ്പീൻ എന്നാണ്. ഇതിനെല്ലാം മറുപടി എന്നാ? അവന് കിട്ടിയിരിക്കുന്നത് തന്നെയാണ്. പ്രാർത്ഥിക്കുന്നവന് വിടുതലുണ്ട്. അങ്ങനെയല്ലേ പാട്ടുകാരൻ? പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നീടും. അത് നിശ്ചയം. അകത്ത് വരുന്ന സാധനങ്ങൾ പറഞ്ഞു കിട്ടുന്നേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ ദൈവം തന്റെ മറുപടി അയച്ചിരിക്കും. ഒന്ന് പറഞ്ഞേ, പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ. ചിലർ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക 2 കാലികളാന്ന് പറയാം. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, ആരാധിക്കുക. ഇത് 3
ഒരു ആത്മീയനെ സംബന്ധിച്ച് വളരെ നെസസറിയാണ്. ഇത് മൂന്നിൽ ഏതെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ തളർച്ചയാണ്. ആ ഭാഗത്തെ പൂരിപ്പിച്ചോണം. ആരാധിക്കുന്നവന്റെ മുമ്പിൽ ഡോറുകൾ തുറക്കും, പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ ദൈവ ഉത്തരങ്ങൾ കൊണ്ടുവരും, വിശ്വസിക്കുന്നവന്റെ മുമ്പിൽ ഒന്നും അസാധ്യമാകുകയില്ല. അടുത്തിരിക്കുന്ന ആളോട് പറ, പ്രാർത്ഥിക്കുക, ആരാധിക്കുക, അല്ലെങ്കിൽ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, ആരാധിക്കുക. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, ആരാധിക്കുക. ഇത് മൂന്നും വിട്ടൊരു പരിപാടിയില്ല. ആമേൻ. അത് സഭയ്ക്കകത്ത് വരുമ്പോഴാണ് വിശ്വസിക്കേണ്ടത്, സഭയ്ക്കകത്ത് വരുമ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്, സഭയ്ക്കകത്ത് വരുമ്പോഴാണ് ആരാധിക്കേണ്ടത്. നോ, ഹല്ലേലൂയ. ഇതൊരു നേച്ചറായി മാറട്ടെ, ഇതൊരു നേച്ചറായി മാറട്ടെ. പ്രാർത്ഥിക്കുന്നവന്റെ മേൽ പ്രാർത്ഥനയെക്കുറിച്ചുള്ള വെളിപ്പാട്, വിശ്വാസം എങ്ങനെയെന്നുള്ള വെളിപ്പാട്, ഹല്ലേലൂയ, നിങ്ങളുടെ ആരാധനയെക്കുറിച്ചുള്ള വെളിപ്പാട് നിങ്ങളുടെ അകത്ത് ആത്മാവ് നിറയട്ടെ. വിഷയങ്ങളൊന്നും സംസാരിക്കാൻ നേരെയില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ പറഞ്ഞങ്ങ് വിടുകയാണ്. ഇവൻ പ്രാർത്ഥനയിൽ പോരാടുന്നു. പൗലോസ് ഈ പോരാട്ടത്തെ കുറിച്ച് 2 കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊന്ന് കൊണ്ടുവരാം. എപ്പബ്രാസ് പോരാടുന്നത് പ്രാർത്ഥനയില്ല എന്ന് പറഞ്ഞ്, എപ്പബ്രാസ് പോരാടുന്നത് പ്രാർത്ഥനയില്ല. 1-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം വായിക്കുമ്പോൾ, അതിനായി എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ആര്? ഇത് പൗലോസാണ്. എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന വ്യാപാര ശക്തിക്കൊത്തവണ്ണമല്ല പോരാട്ടം. ഇപ്പൊ പ്രാർത്ഥനയിലുള്ള പോരാട്ടത്തിൽ പോലെ തന്നെ പൗലോസ് ഒരു അനുഭവത്തെ വെളിപ്പെടുത്തുകയാണ്. എൻ്റെ അകത്ത് വന്ന ശക്തിയുണ്ട്, എനിക്ക് കഴിവുകൾ പലതും പറയാനുണ്ട്. ന്യായപ്രമാണം സംബന്ധിച്ച് ഞാനൊരു നല്ല പരീശനാണ്, നല്ല പഠിത്തം എനിക്കുണ്ട്. എബ്രായനിൽ നിന്ന് ജനിച്ച എബ്രായനാണ് ഞാൻ. ഒരുപാട് ശ്രേഷ്ഠകൾ എടുത്തെടുത്ത് പറയാനുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ ഒറ്റ ഒരു ഗുണം താൻ വെളിപ്പെടുത്തുകളെ കാണിക്കുകയാണ്. ഞാൻ ചെയ്യുന്നത് മുഴുവൻ എൻ്റെ അകത്ത് മൺകൂടാരത്തിനകത്ത് പകരപ്പെട്ടിരിക്കുന്ന ആ വ്യാപാര ശക്തിക്കൊത്തവണ്ണമാണ്. ആമേൻ. സഭയുടെ മേലധ്യക്ഷന്മാർ, സഭയിലെ നയിക്കുന്നവരോട്, സഭയിലെ വിശ്വാസികളോട് ഞാൻ ആത്മാവിൽ ഒരു പ്രബോധനം നടത്തുന്നു. ഈ വചന വെളിപ്പാടിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പോരാട്ടം പോലെ ആയിരിക്കണം. നിങ്ങളുടെ കഴിവോ പണമോ അല്ല പ്രദർശിക്കപ്പെടേണ്ടത്, മറിച്ച് അവന്റെ വ്യാപാര ശക്തിയെ വെളിപ്പെടുത്താൻ ഒരാഗ്രഹം ഉണ്ടാകണം. ഒരു ശുശ്രൂഷയാകട്ടെ, ഒരു വ്യക്തിയാകട്ടെ, ആരെങ്കിലുമൊക്കെ ഹല്ലേലൂയ നിയോഗിക്കുമ്പോഴും വെളിപ്പെടുത്തുമ്പോഴും ഹല്ലേലൂയ വചനം വിളിച്ചു പറയുന്നു, അവന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം. ഇങ്ങനെ നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ഗുണം എന്നാണെന്നറിയാമോ? ഇവൻ കാരാഗൃഹത്തിൽ കടന്നാലും ആൾക്കാരെ ജനിപ്പിക്കും. കാര്യം ഇവന് ബന്ധനം ഇല്ല. എവിടെ കടന്നാലും ഓനോസിമോസിനെ ജനിപ്പിക്കുന്നത് കാരാഗൃഹത്തിൽ വെച്ചതാണ്. 1-ാം തരം കള്ളനാണ്, 1-ാം തരം മോഷ്ടാവാണ്. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ, അവനെ ആത്മാവിൽ ജനിപ്പിക്കാനുള്ള പ്രാപ്തി കാരാഗൃഹത്തിൽ ബന്ധനത്തിൽ കടന്നപ്പോൾ ഈ മനുഷ്യന്റെ മേൽ വെളിപ്പെട്ടത് എങ്ങനാ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ ഇന്ന് രാവിലെ ആത്മാവിൽ പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ സഭയുടെ ഉയർച്ചയ്ക്ക് കാരണമായി തീരണമെന്ന് ഹൃദയത്തിനകത്ത് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒറ്റ കാര്യം വിളിച്ചു പറയുക, അവന്റെ ബലത്തിനൊത്തവണ്ണം പോരാടിക്കൊണ്ട് വേണം ചെയ്യാൻ. കാരണം നമ്മുടെ കഴിവോ നമ്മുടെ കൂട്ടായ്മയുടെ ഒത്തൊരുമിച്ചുണ്ടാകുന്ന അനുഭവങ്ങളോ മാത്രമല്ല, ഇതിനകത്തൂടെ പ്രദർശിപ്പിക്കപ്പെടേണ്ടത് ദൈവത്തിന്റെ വ്യാപാര ശക്തിയാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി. പറഞ്ഞ്, വിശ്വസിക്കുന്നവന് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി. കഴിവുകളും ബന്ധങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത സ്ഥലത്തേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന ഒരേ ഒരു ശക്തി, അത് വ്യാപരിക്കുന്ന ദൈവശക്തിയാണ്. യേശു ക്രിസ്തുവിന്റെ മൺകൂടാരത്തിനകത്തും പോയി വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് വന്ന ആ വ്യാപാര ശക്തി ഇന്നും ബലത്തോടെ നമുക്ക് വേണ്ടി അധ്വാനിക്കാൻ വെയിറ്റിംഗിലാണ്. പൗലോസിന്റെ ശുശ്രൂഷയുടെ ഹല്ലേലൂയ മുഴുവൻ ഭാഗങ്ങളും ഒന്ന് അരിച്ചു പഠിച്ചാൽ മനസ്സിലാകും, തൻ്റെ ശുശ്രൂഷയുടെ പ്രദർശനം മുഴുവൻ ദൈവശക്തിയാലാണ്.
പറയുന്നു, എൻ്റെ പ്രസംഗം ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു ആകർഷിക്കപ്പെടുന്ന വാക്കുകൾ കൊണ്ടല്ല, മറിച്ച് ഹല്ലേലൂയ എൻ്റെ ജ്ഞാനമോ ആകർഷിക്കപ്പെടുന്ന വാക്കുകളോ അല്ല, മറിച്ച് എൻ്റെ വാക്കുകൾ ദൈവത്തിൻ്റെ ശക്തിയാണ്. കരം ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താൽ പതിയെ പതിയെ ആ വിഷയത്തിനകത്തേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്. സമയമായെങ്കിൽ ഒന്ന് കൈപൊക്കി കാണിച്ചാൽ ഞാൻ നിർത്തിക്കോളാം. ഇപ്പോഴല്ല, ആയില്ലെന്ന് എനിക്കറിയാം. കർത്താവ് നമ്മെ അതിൻ്റെ താഴെ ഒരു ഭാഗം കിടപ്പുണ്ട്. അതും പൗലോസിന്റെ വാക്കാണ്. 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ അതിന്റെ മേലുള്ള ഭാഗം ഞാൻ വീണ്ടും പറയാം, ഒന്ന് വായിച്ചു വിട്ടാൽ മതി. അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. സ്നേഹത്തിൽ സഭ ഏകീഭവിച്ചിട്ട് സഭയ്ക്കകത്ത്, ദേശത്തിനകത്ത് പുതിയ വ്യക്തികൾക്ക് ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ ഇത്ര വലിയൊരു പോരാട്ടം. ഹല്ലേലൂയ. പൗലോസ് കൊരിന്ത്യ ലേഖനത്തിലൂടെ വെളിപ്പെടുത്തുന്ന ഒരു വാക്കുണ്ട്, ഞാൻ എൻ്റെ ശരീരത്തിൽ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവുള്ളത് ഞാൻ പൂരിപ്പിക്കുന്നു. എൻ്റെ ചിന്തകൾക്കകത്തൂടെ ഒരു ചിന്ത ഓടി, ക്രിസ്തുവിൻ്റെ കഷ്ടതകളിൽ കുറവോ? അതെന്താ ഭാഗം? എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഞാൻ വേറെ ട്രാൻസ്ലേഷൻ എടുത്ത് വായിച്ചു, അങ്ങനെ തന്നെയാണോ? അതെ, അങ്ങനെ തന്നെയാണ്. പൗലോസ് പറയുന്നൊരു ഭാഗമാണ്, ഹല്ലേലൂയ, ഇങ്ങനെ നിയമിക്കപ്പെട്ടിരിക്കുന്നു കഷ്ടത അനുഭവിക്കുവാൻ. അതുകൊണ്ട് പൗലോസ് പറയാണ്, ഇത് സുവിശേഷകന്മാർക്കുള്ള കാര്യം കേട്ടോ, വിശ്വാസികൾക്കുള്ളതല്ല. സുവിശേഷകനോട് പറയാണ്, ഞാൻ എന്നിൽ കഷ്ടത അനുഭവിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, എന്നിൽ കഷ്ടതയും നിങ്ങളിൽ ജീവനും, എന്നിൽ മരണവും. ക്രിസ്തു തൻ്റെ ഉള്ളിൽ മരണം അനുഭവിച്ചപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തായി? അതുകൊണ്ട് പറയാണ്, ഇതൊരു ഓപ്പണിങ്ങിന് സംഭവിക്കുന്ന കാര്യമാണ്. ഒരു ഏതെങ്കിലും തുറന്നു വരവ് സംഭവിക്കും. ഏതെങ്കിലും പ്രദേശത്ത് ഇറങ്ങി നിൽക്കുമ്പോൾ അവിടുത്തെ മതാധ്യക്ഷന്മാരോ ഭരണകൂടങ്ങളോ അവരുടെ ശരീരത്തിന് മുറിവുകൾ ഏൽപ്പിക്കുമ്പോൾ, അവരുടെ ശുശ്രൂഷകൾക്ക് ഭംഗം വരുത്തുന്ന പ്രശ്നങ്ങൾ ഉളവാക്കുമ്പോൾ, ശരീരത്തിനും മനസ്സിനും ഒരുപോലെ പ്രഹരമേറ്റുകൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ പറയാണ്, ഞാൻ എൻ്റെ ശരീരത്തിൽ ഈ പ്രശ്നങ്ങൾ ഏൽക്കുന്നതിന്റെ പിന്നിൽ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, എനിക്ക് നല്ലതുപോലെ അറിയാം ഒരു ജനറേഷൻ പുറത്തു വരാൻ പോവുക. ഫിലിപ്പിയൻ കാരാഗൃഹത്തിനകത്തേക്ക് അടി കൊണ്ടിട്ട് ഈ മനുഷ്യര് പോയി കിടക്കുമ്പോൾ, ഹല്ലേലൂയ, പിറ്റേ ദിവസം റോമൻ പൗരത്വം ഉള്ളവനാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ ഭരണകർത്താക്കൾ പേടിച്ച് വിസ്താരം കൂടാതെ അവരെ അവിടെ ആക്കിയ വിദ്വാൻമാർ അവരെ പുറത്തു വിടാൻ തയ്യാറാകുമ്പോൾ പൗലോസ് ചോദിക്കുന്ന ചോദ്യമാണ്, ഞങ്ങളെ വിസ്താരം കൂടാതെ ഈ തടവിലാക്കാൻ നിങ്ങൾക്ക് തന്നെ അധികാരം? എൻ്റെ പൗലോസിനുള്ള ചോദ്യം, ഇന്നലെ ഈ ചോദ്യം ചോദിക്കാൻ വയ്യായിരുന്നു. അവർ നിലത്തിട്ട് ചവിട്ടി, മുഖത്ത് തുപ്പി, മുഖത്ത് രോമങ്ങൾ പിഴുതെടുത്തു, നിലത്തിട്ട് വലിച്ചു. ഒരു കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു, സുവിശേഷകനാന്ന് പറയണ്ട, ഞാൻ റോമൻ പൗരനാന്ന് പറഞ്ഞാൽ മതി. പൗലോസ് പറയുന്നത്, ഇല്ല, ഞാൻ മിണ്ടത്തില്ല. കാരണം എന്നറിയോ, ഞാൻ ഒരുപാട് ഫിലിപ്പിയയിൽ വന്ന് ഒരുപാട് പ്രയാസം അനുഭവിച്ചു. പുഴവക്കത്ത് പോയി പ്രസംഗിച്ചു, അവിടെ ലുദിയ രക്ഷിക്കപ്പെട്ടു. വഴിയെ വന്നപ്പോഴാണ് ഒരുത്തിയെ കിട്ടിയത്. അവൾ ഭ്രാന്തിയാണെന്ന് ഞാൻ നോക്കിയില്ല, കൈവച്ചു, അവളും സൗഖ്യമായി. അടുത്തത് ആരാണെന്ന് കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, അടുത്തത് കാരാഗ്രഹ പ്രമാണിയാണ്. അതുകൊണ്ട് അവൻ ഇങ്ങോട്ട് വരത്തില്ല, നീ അങ്ങോട്ട് പോകണം. അവൻ യൂറോപ്പിലെ ആദ്യത്തെ 3 വിശ്വാസികളുടെ പേരാ പറഞ്ഞത്. ഹല്ലേലൂയ. ഇന്ന് പോലെ പരിശുദ്ധാത്മ പറഞ്ഞു, സുവിശേഷകന്റെ ആത്മാവുള്ളവരോട് പറയുന്നു, ഏതെങ്കിലും കഷ്ടത കയറി വന്നെന്നോർത്ത് അത് കർത്താവ് അനുവദിച്ചതാണെന്നോർത്ത് പ്രയാസപ്പെട്ടു പോകണ്ട, മറിച്ച് അതിന്റെ പിന്നിൽ വലിയ റിസൾട്ടുകൾ. ഈ മനുഷ്യനോട് ചോദിക്കണം, എന്തെങ്കിലും വേദനയുണ്ടോ, എന്തെങ്കിലും പ്രയാസമുണ്ടോ, എന്തെങ്കിലും സാമ്പത്തിക ലോസ് ഉണ്ടോ? ഒന്നുമില്ല, മറിച്ച് നേടിയത് മുഴുവൻ സ്വർഗരാജ്യത്തിന് വേണ്ടി, നേടിയത് മൊത്തം ദൈവരാജ്യത്തിന് വേണ്ടി. ഈ പകല് ആത്മാവ് സഭയോട് സംസാരിക്കുന്നു, എന്തെങ്കിലും പ്രശ്നം കയറി വരുമ്പോൾ ഭാരപ്പെട്ടു പോകേണ്ട കേട്ടല്ലോ, ഒരു ജനത്തെ പുറപ്പെടുവിക്കുവാൻ ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോവുക. ഇനി മാനസിക ബുദ്ധിമുട്ട് കൊണ്ടോ, മനസ്സിന്റെ ബലഹീനത കൊണ്ടോ,
ഹല്ലേലൂയ. എന്താണ് നമ്മുടെ പ്രശ്നം കൊണ്ട് ആകട്ടെ, അല്ല, ഈ വന്നു കയറിയതിനെ സകലതിനെ നന്നാക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഇത് പ്രശ്നത്തിനായി എൻ്റെ വിവരക്കേട് കൊണ്ടോ വിവരമില്ലായ്മ കൊണ്ടോ സംഭവിച്ചതാണെങ്കിൽ പോലും, എൻ്റെ എന്ന് ഉദ്ദേശിച്ചപ്പോൾ നമ്മളെല്ലാവരെയും ഉദ്ദേശിച്ചത്, ഹല്ലേലൂയ, വന്ന് ഭവിച്ചതാണെങ്കിൽ പോലും അതിനെ നന്നാക്കാൻ കഴിയുന്ന ഒരു കർത്താവ്. ഇത്ര നല്ല ദൈവത്തെ നമുക്കെങ്ങും കാണാൻ കഴിയത്തില്ല. ബിക്കോസ് ദിസ് ഈസ് ദ പീരീഡ് ഓഫ് ഗ്രേസ്. ഈ സമയം കൃപയുടെ കാലഘട്ടമാണ്. ജനം യേശുവിലേക്ക് തിരിയുന്ന കാലഘട്ടം. പിതാവിന്റെ വലത്ത് ഭാഗത്ത് പുത്രൻ ഇരുന്നു കൊണ്ട് സഭയ്ക്ക് അധികാര കൈമാറ്റം കൈമാറി സഭയെ നോക്കി ആരെഴുന്നേൽക്കുമെന്ന് നോക്കിയിരിക്കുകയാണ്. ഇത് നിന്റെ സമയമാണ്. ഉയർത്തി ഒരു സ്വതന്ത്രം ചെയ്താൽ ഹല്ലേലൂയ. അവ പുറത്തു വരാൻ പോവാ. നിങ്ങൾക്ക് മനസ്സിലായില്ല? ആ സ്പീഡാണോ? ഇല്ലല്ലോ. ഹല്ലേലൂയ. സഭ പുറത്തു വരാൻ പോവുകയാണ്. എപ്പഫ്രാസിന്റെ മനസ്സിനോട് കൂട്ടിവെച്ച സമ്പത്ത് മൊത്തവും ഇറങ്ങിയപ്പോ നഷ്ടപ്പെട്ടു പോയോ? എപ്പഫ്രാസ് പറയും, നോ പ്രോബ്ലം. ഹല്ലേലൂയ. ഏതൊക്കെയോ കുടുംബങ്ങൾക്കൊക്കെ ഒതുങ്ങിപ്പോയ എല്ലാത്തിനെയും ഞാൻ ആത്മാവ് കൊണ്ട് വലിച്ചു പുറത്തിറക്കി. ബിസിനസ്സുകാരൻ എന്ന് അറിയപ്പെടാനുള്ള തന്റെ ഭാവം മാറ്റി താൻ ഒരു സുവിശേഷകനായി അറിയപ്പെട്ടു. ഞാൻ ആത്മാവിൽ പറയുന്നു, നീ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ആ റേഞ്ചിൽ അവിടെ മാത്രമേ അറിയത്തുള്ളൂ. നീ ഒരു സുവിശേഷകനായപ്പോൾ ഇന്നും സൽമോൻ ബാസ് വരെ പ്രസംഗിക്കുന്ന ആളായി എപ്പഫ്രാസ് മാറിയെങ്കിൽ നിന്റെ റേഞ്ച് മാറും. ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ദൂത്. ഹല്ലേലൂയ. ഈ ജനറേഷനിൽ നിങ്ങളുടെ ഏരിയക്കകത്ത് മാത്രം അറിയപ്പെടേണ്ട ആളായി നീ തീരാൻ ദൈവത്തിന് ആഗ്രഹമില്ലാത്തത് കൊണ്ട് നിന്റെ ശുശ്രൂഷയെ ദൈവം അപ്ഡേറ്റ് ചെയ്യാൻ പോവാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ചിലര് പറയും ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. അല്ല മച്ചാ, ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ജോലിക്കൊന്നും പോകുന്നില്ല, ടോട്ടലി റെസ്റ്റ്. നോ നോ, ഇല്ല. കർത്താവിന് പ്രായം ഭേദം ഇല്ല. ഈ ഗ്രേസ് കാലഘട്ടത്തിൽ, ഈ കൃപയുടെ കാലഘട്ടത്തിൽ പറയാം, കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടത്തില്ല, അവൻ ഉപയോഗിക്കും. കര ഉയർത്തി ഒരു സ്വതന്ത്രം ചെയ്താട്ടെ. ഇവിടെ പറയുന്ന ഭാഗം ഇതാണ്, സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട്. അതിന് മേലുള്ള ഭാഗം ഞാൻ പറയാം. ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ ഈ പോരാട്ടമല്ല എൻ്റെ ശരീരത്തിൽ കഴിക്കുന്നു. ആമേൻ. ഇന്ന് രാവിലെ ആരെങ്കിലും ഈ വിഷയത്തിനകത്ത് പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ അകത്ത്, നിങ്ങളുടെ മൺകൂടാരത്തിനകത്ത് ഇറങ്ങി നിൽക്കുന്ന ഒരു അഭിഷേകമുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ടേൺ ടു ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിലേക്ക് തിരിയുക, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തെ കേൾക്കുക, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ അനുവദിക്കുക. ഞാൻ പറയാം, പരാജയം നീ കാണത്തില്ല. ഒറ്റയ്ക്കുള്ളെങ്കിലും ആത്മാവ് ഉപയോഗിച്ചിരിക്കും. നിന്റെ ശബ്ദം കേൾക്കാൻ ആൾ വന്നിരിക്കും. ഞാൻ ആ ഭാഗത്തെ വിട്ടിട്ട് പൗലോസിന്റെ പ്രാർത്ഥനാ വിഷയത്തിനകത്തേക്ക് വരാം. പൗലോസിന്റെ പ്രാർത്ഥനാ വിഷയം, താൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയം, നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും. ഞാൻ ഈ തികവിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് വന്നത്. നിങ്ങൾ തികഞ്ഞവരും ഒന്ന് പറഞ്ഞാടെ, നിങ്ങൾ തികഞ്ഞവരും. രാവിലെ എല്ലാം ഒരു ഗ്ലൂക്കോസ് തിന്നിട്ട് വന്നിരിക്കണം തോന്നുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിലനിൽക്കേണ്ടതിനാണ് ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത്. ഒരു ഭാഗോടെ എടുത്തു പറയാം, ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചത് പൗലോസ് കേട്ടിട്ടില്ല. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഇല്ല. കേട്ടിട്ടുണ്ടോ ജോർജ? ഇല്ല. ആരും അറിയാതെ പ്രാർത്ഥിച്ചതാണ്. ഇത് ഞാൻ സ്കിപ്പ് ചെയ്ത കാര്യം വീണ്ടും കർത്താവ് എടുത്തുകൊണ്ട് വരിക. ഇവൻ ഏതോ ഒരു വനാന്തരത്തിൽ ഇരുന്നു കൊണ്ടോ കൊലോസിയയിലോ ലെവോദിക്കയിലോ ഹീരപ്പയിലോ എവിടെയോ റൂം എടുത്തിരുന്നുകൊണ്ട് വേദനിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയം. ആ പ്രാർത്ഥനാ വിഷയം എന്തുവാണ്? എൻ്റെ സഭ ദൈവഹിതപ്രകാരം നടക്കണം.
എന്താണ്? എൻ്റെ സഭ പാസ്റ്ററുടെ ഇഷ്ടത്തിലല്ല, എൻ്റെ സഭ ദൈവത്തിന്റെ ഇഷ്ടത്തിൽ. ആമേൻ. രാമൻ പറയുന്നവർക്ക് ഞാൻ സ്വതന്ത്രം ചെയ്യുന്നു. നിങ്ങളെന്നെ മിണ്ടാതിരിക്കുന്നത്? എൻ്റെ ഇഷ്ടത്തിൽ നടക്കാനാണോ ദൈവം നിങ്ങളെ വിളിച്ച്? തന്നിപ്പാസ്റ്റർ ഇഷ്ടത്തിൽ നടക്കാനാണോ നിങ്ങളെ ദൈവം വിളിച്ച്? അല്ല, ദൈവ ഇഷ്ടത്തിൽ. നിങ്ങളെ വിളിച്ചതാരാ? ഞാൻ പുറത്തുനിന്നൊന്നും പറയല്ല, ഞാൻ ഈ ബൈബിളിൽ ഇവിടുത്തെ പ്രാർത്ഥനാ വിഷയം മാത്രമേ പറഞ്ഞുള്ളൂ. നിങ്ങൾ ആ വിഷയത്തിനകത്തൊരു പൂർണ്ണ നിശ്ചയം വേണമെന്നാ പറയുന്നത്. ഏതാ? ദൈവ ഇഷ്ടത്തിനകത്ത്, എന്നെ കുറിച്ചുള്ള ദൈവ ഇഷ്ടത്തിനകത്ത് 2, സഭയ്ക്കൊരു തികവ് വേണം. ഞാൻ ഈ വിഷയത്തിനകത്തേക്ക് വരാം. ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥിക്കുന്ന എവിടെ കിടന്നുണ്ട്? പൗലോസിന്റെ മുമ്പിൽ പോയി പൗലോസിന്റെ ചെവി കേൾക്കത്തക്ക രീതിയിൽ അങ്ങനെ ആഗ്രഹിച്ചാൽ പോലും പോകാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പൗലോസ് കാരാഗ്രഹത്തിൽ, ഈ മനുഷ്യൻ പുറത്തുമാണ്. അപ്പൊ ഈ പ്രാർത്ഥനാ വിഷയം പൗലോസ് അറിയാൻ പക്ഷെ ഇവിടെ പറയുകയാണ്, പൗലോസ് ഈ ലേഖനത്തിലൂടെ എഴുതിയത് മൊത്തവും ക്രിസ്തുവിലുള്ള തികവെന്ന വിഷയമാണ്. ക്രിസ്തുവിലുള്ള എന്താണ്? അപ്പൊ ഈ പ്രാർത്ഥന കേട്ടതാരാ? ആമേൻ. സത്യത്തിൽ ആ വിഷയം, ആ വാക്ക്, ആ ഉപസംഹാരത്തിനകത്ത് ഈ മനുഷ്യനെ പരിചയപ്പെടുത്തുകയും, ഈ മനുഷ്യന്റെ പ്രാർത്ഥനാ വിഷയം പൗലോസ് എഴുതിയപ്പം ഒരുമിച്ച് അവിടെ അറിയപ്പെടുന്ന ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ആ പ്രാർത്ഥനയെ ദൈവം കേട്ടെന്ന. ആരും അറിയാതെ എവിടെയോ ഇരുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയെ ദൈവം കേട്ടിട്ട് ആ വിഷയം എഴുതാൻ വെളിപ്പാടുള്ള മനുഷ്യനെ കൊണ്ട് ആ വിഷയത്തിൽ എഴുതിപ്പിക്കുക. ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത, ക്രിസ്തു ജനിച്ച ഒരു മനുഷ്യന്റെ തികവ്, അകത്ത് ഒരു മനുഷ്യന്റെ അകത്ത് ക്രിസ്തു വന്നാൽ അവൻ തികയുന്നവനാകുമെന്ന് എഴുതുക. തത്വചിന്തകളല്ല, ന്യായപ്രമാണത്തിന്റെ നിയമങ്ങളല്ല നിന്നിൽ ഒരു തികവുണ്ടാക്കിയെടുക്കുന്നത് എന്ന് ക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയും ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് കൈമാറുക. ആമേൻ. ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞ വിഷയം വിടട്ടെ. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഇന്ന് പകലും അവൻ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ആരെങ്കിലും ഹൃദയത്തിനകത്ത് വേദനയോടെ എൻ്റെ സഭയൊന്ന് വളരണമെന്ന്, എൻ്റെ സഭയൊന്ന് തികയണമെന്ന്, എൻ്റെ സഭയൊന്ന് നിറയണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കും. കാരണം അത് നിന്റെ പ്രാർത്ഥന വിഷയമല്ല. ഈ മനുഷ്യന്റെ ആഗ്രഹം എന്തായിരുന്നു? ഈ മനുഷ്യന്റെ ആഗ്രഹം എന്തായിരുന്നു? കുഞ്ഞുങ്ങൾക്ക് നല്ല ആഹാരം ഉണ്ടാക്കുന്ന, നല്ല വസ്ത്രം കിട്ടുന്ന, നല്ല ജീവിതശൈലി ഉണ്ടാകുന്ന നല്ല ഒരു ബിസിനസ്സുകാരനാകണം. ഇതായിരുന്നു ഈ മനുഷ്യന്റെ ആഗ്രഹം. ഇപ്പൊ ഈ മനുഷ്യന്റെ പ്രാർത്ഥന എന്താണ്? എൻ്റെ സഭ നിറയണം, എൻ്റെ സഭ. ആഗ്രഹമുള്ളവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇത് പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടമാണ്. അത് അങ്ങോട്ട് ഇറങ്ങിച്ചെന്നതാണ് കാണുന്നത്. ഹല്ലേലൂയ. ഈ പ്രാർത്ഥനയെ സപ്പോർട്ട് ചെയ്യാൻ ദൈവം ഇറങ്ങി നിന്നു. കാരാഗ്രഹത്തിന്റെ അകത്ത് കിടന്ന മനുഷ്യന്റെ അകത്ത് ദൈവം ഇതിനുള്ള ഉത്തരം കൊടുത്തു. നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി അയച്ചിരിക്കും. 2 പ്രാർത്ഥനാ വിഷയമാണ്. ഒന്ന്, ക്രിസ്തുവിലുള്ള തികവ്. നന്നായി ഇത് വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ദൈവഹിതം സംബന്ധിച്ചുള്ള എഴുത്ത് ചിലപ്പം ലവോദിക്കക്കാർക്ക് എഴുതിയതിനകത്തായിരിക്കും കിടക്കുന്നത്, അല്ലേ? 2 പ്രാർത്ഥനാ വിഷയമാണ്, അല്ലേ? എൻ്റെ ചിന്തയാണ് ഇതിനകത്ത് അതിനെക്കുറിച്ച് കൂടുതലില്ല. ഇതിനകത്ത് മൊത്തം തികവിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഞാനത് അങ്ങനെ പറഞ്ഞു നിർത്താനായിട്ട് വരുന്നില്ല. 3-ാം അധ്യായത്തിൻ്റെ 18 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ ഭാര്യമാരോട് പറയുന്നു, 20-ാം വാക്യത്തിൽ മക്കളോട് പറയുന്നു, ഞാൻ ഭർത്താവായതുകൊണ്ടാണ് ഞാൻ പറയാറുണ്ട്, ഭർത്താക്കന്മാരോട് പറയുന്നു, യജമാന്മാരോട് പറയുന്നു. എങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ ജീവിതം? നിങ്ങൾ ഭാര്യയെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ്? ഭർത്താക്കന്മാരെ ബഹുമാനിക്കേണ്ടത് എങ്ങനെയാണ്?
ഭർത്താവ് എങ്ങനെ ആയിരിക്കണം, മക്കൾ എങ്ങനെ ആയിരിക്കണം, യജമാനൻ എങ്ങനെ ആയിരിക്കണം എന്നെല്ലാം പറഞ്ഞു നിർത്തിയിട്ടാണ് കർത്താവ്. ഇത് തന്നെ നമുക്ക് എഫീസ് ലേഖനത്തിലും കാണാൻ പറ്റും, ഇതേ സംഭവം. എന്നിട്ടാണ് അവരോട് പറഞ്ഞത്, സർവായുധ വർഗം ധരിച്ചു കൊള്ളുവീൻ. സർവായുധ വർഗം, പലർക്കും സർവായുധ വർഗം ധരിക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയോ? ഈ ഭാര്യ ഭർത്താവ് അവർക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കകത്ത് എവിടെയോ പോയി, എവിടെയോ പോയത് കൊണ്ടാണ് ഈ പറയുന്നുണ്ട് കാര്യം നടക്കാത്തതിന്റെ പിന്നിലെ കാര്യം ഇതാ. ഭൂമിയിലെ സ്വർഗം ഏതെന്നറിയാവോ? ഭൂമിയിലെ സ്വർഗം കുടുംബമാണ്. പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടിരുന്നത് ശുശ്രൂഷ, സഭ പിന്നെ കുടുംബം എന്നാ. തിരുത്തി, ഇതല്ല കുടുംബം, അത് കഴിഞ്ഞ ശുശ്രൂഷ, സഭയൊക്കെ. കാരണം കർത്താവ് അത് ഐക്യതയ്ക്കകത്തേക്കാണ് കൊണ്ടിരുന്നത്. ഇവിടെ വചനം കൃത്യം പറയാം, കുടുംബം പണിയാൻ പറ്റിയില്ല, നിന്നെ കൊണ്ട് സഭ പണിയാൻ പറ്റത്തില്ല. ആ വിഷയം വിടുന്നു. ഇത് പകല് കൃത്യമായിട്ട് പരിശുദ്ധാത്മ വചനത്തിലുള്ള ഉത്ബോധ്യം നൽകുകയാണ്. ദൈവഹിതപ്രകാരം സഭ മുന്നോട്ട് പോകണം. പൂർണ്ണ നിശ്ചയം സഭയ്ക്കകത്തുള്ളവർക്ക് ദൈവഹിതത്തെക്കുറിച്ച് ഉണ്ടായിരിക്കണം. മേൻ, ഇത് വലിയ വിഷയമാണ്. രണ്ട് ഭാഗങ്ങളായിട്ട് തിരിക്കാൻ പറ്റുന്ന വിഷയമാണ്. ഒന്ന്, നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം. ഒന്ന് പറഞ്ഞേ, പ്രസംഗിക്കുന്നില്ല, പറഞ്ഞു വിടുക. നിങ്ങൾക്ക് പറഞ്ഞ നമ്മളെ കുറിച്ചുള്ള, ഈ ഭൂമിയിൽ ദൈവം നമ്മളെ ആക്കിയ കാലം മുതൽ ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു പ്ലാനുണ്ട്. അന്ന് മുതൽ ദൈവം നിങ്ങളെ സൂക്ഷിക്കുന്നുണ്ട്. ദൈവം നിങ്ങളെ സൂക്ഷിക്കുന്നുണ്ട്. ഈ യാക്കോബിനോടുള്ള വിഷയത്തിൽ അത് നന്നപോലെ എനിക്ക് പറയാം. ഈ മനുഷ്യൻ നല്ല പ്രായം വരെ അപ്പനെ പറ്റിക്കുന്നവനായിരുന്നു, ജ്യേഷ്ഠനെ. അവസാന കാലഘട്ടത്തിൽ യോസഫിന്റെ മക്കൾ മനശ്ശെയും ആരാണ്, എഫ്രൈമിനെ അനുഗ്രഹിക്കാൻ നേരത്തെ ഈ മനുഷ്യൻ പറയുന്നൊരു കാര്യമുണ്ട്. ആ പറയുന്ന വാക്കിതാണ്, എന്നെ ബാല്യം മുതൽ എന്നെ സംരക്ഷിച്ചൊരു ദൂതനുണ്ട്. ആരാണ്? ദൈവം അപ്പോയിന്റ് ചെയ്ത ഒരു ദൂതൻ എൻ്റെ കൂടെ എൻ്റെ ബാല്യം മുതലുണ്ട്. നല്ല പ്രശ്നങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിലും ഇവൻ തകരാതിരിക്കാൻ ദൈവം അവനെ സൂക്ഷിച്ചു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഞാൻ മുമ്പേ ഒരു ഗദരദേശത്തിലെ ഭൂതഗ്രസ്തനെ കുറിച്ച് പറഞ്ഞില്ലേ? അവന്റെ അകത്ത് കയറിയ ദുരാത്മാവ് ഒത്ത നിമിഷം കൊണ്ട് പന്നിക്കൂട്ടത്തിനകത്തേക്ക് പോയി ഇതെല്ലാം കൂടെ അങ്ങോട്ട് ചാടിയേ. അപ്പൊ അവന്റെ അകത്തായിരുന്നു ഇപ്പൊ എവിടം വരെ കൊണ്ടുപോയി? കല്ലറ വരെ കൊണ്ടുപോയി. അവനെ കൊല്ലാനല്ല കൊണ്ടുപോയെ. കല്ലറ വേറെ അല്ലേ, വേറെ ടൂർ പോകുന്നല്ലോ കല്ലറയിലോട്ട്. അവനെ കൊല്ലാൻ വേണ്ടിയാ കൊണ്ടുപോയ കല്ലറയിലോട്ട്. ഈ ഇത്ര വലിയ പന്നിക്കൂട്ടത്തിനകത്തേക്ക് ഇത് കയറിയപ്പോ ഒറ്റ നിമിഷം മതിയായിരുന്നു. അപ്പൊ അതിന്റെ പിന്നിൽ കർത്താവിന്റെ ഒരു കരുതലില്ലായിരുന്നോ? യു ആർ ദ ഇവാഞ്ചലിസ്റ്റ് ഓഫ് തെക്കപ്പോലിത്തയുടെ ഇവാഞ്ചലിസ്റ്റ് ആണ്. അതാണ് ഇവനെ കുറിച്ചുള്ള ദൈവ പദ്ധതി. എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കും, ഇവാഞ്ചലിക്കൽ മൂവുകൾ സംഭവിക്കാൻ പോവുകയാണ്. 10 യേശു ഒറ്റ ഒരുത്തനെ വൃക്ഷമെടുത്തിട്ട് ചാടി വള്ളത്തെ കയറിടേ. ഈ മനുഷ്യൻ കൂടെ കയറി അല്ലേ? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഓടി വന്നിട്ട് പറയാ, ഇവർക്കാർക്കും നിന്നെ വേണ്ട കർത്താവേ, നീ എന്നെ രക്ഷിക്കാൻ വന്നാണ്, ഞാനും വരുക. കർത്താവ് പറയാം, നിക്ക്, ഞാൻ പൊക്കോളാം, നിന്നെ ഇവിടെ ഞാൻ ഇട്ടേച്ച് പോവുക. ഈ ദ്വീപുകൾക്ക് നീ ഒരു ഉണർവാകാൻ പോവുക. ഓ, പരിശുദ്ധാത്മാവിൽ ദൂത് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഇന്ന് പകൽ ഇവാഞ്ചലിക്കൽ മൂവുകൾ നടത്താൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നിങ്ങളുടെ അകത്ത് പകരപ്പെട്ടിട്ടുണ്ട്. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ മതി. ഹല്ലേലൂയ. പിന്നെ ദൈവം ഓക്കെ ആക്കിയിരിക്കും. കൂട്ടമായി ജനത്തെ പിടിക്കാനുള്ള ദൈവകൃപ നിങ്ങളുടെ മേൽ വരുമാറാകട്ടെ. ഞാൻ ഈ
വിഷയം മാറി മാറിപ്പോ. ഞാൻ ദൈവഹിതത്തെ പറ്റി സംസാരിക്കുന്നത്, വിഷയം നേരെ തിരികെ. ഇങ്ങനെ രണ്ടാമത്തെ ഒരു ഭാഗം സഭയെ കുറിച്ചുള്ള പ്ലാനാണ്. ഇറ്റ്സ് എ ബിഗ് പ്ലാൻ, മാറ്റാൻ പറ്റാത്ത പ്ലാൻ. എന്താ പറയുക? യു ആർ ദ സൊല്യൂഷൻ ഓഫ് ദ വേൾഡ്. ചർച്ചാണ് സൊല്യൂഷൻ. ഇതിന് മാറ്റമില്ല. നിങ്ങൾ എല്ലാം മാറിപ്പോയാലും ഈ വിഷയത്തിന് മാറ്റമില്ല. ഇതാണ് ചർച്ചിനെ കുറിച്ചുള്ള പ്ലാൻ. ഹല്ലേലൂയ. ഈ എഫെസ്യ ലേഖനത്തിലും കൊലോസ്യ ലേഖനത്തിലും അടുപ്പിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും പിന്നെയും ഒന്നാക്കുന്ന ശുശ്രൂഷ. അതിന്റെ ആക്ടിവേഷൻ നടത്തുന്ന ആളാണ് സഭ. ക്രിസ്തു സകലതും പ്രാപിച്ച് നിങ്ങളുടെ തലയ്ക്ക് മീതെ ഇട്ടിരിക്കുക. നീ ആക്ടിവേറ്റഡ് ആയാൽ ദൈവപ്രവൃത്തി ഉണ്ടാകും. ഞാൻ ആ വാക്ക് നിങ്ങളുടെ മേലേക്ക് ആത്മാവിൽ പകരുകയാണ്. നീ ആക്ടിവേറ്റ് ആകാൻ പോവാ. ഇന്ന് വരെ ആക്റ്റീവ് ആകാത്ത ചില സൈഡുകളിലേക്ക്, ദേശങ്ങളിലേക്ക്, പ്രവർത്തികളിലേക്ക് നിന്നെ ആക്റ്റീവ് ആക്കുന്ന ഒരു അഭിഷേകം. ശബല ഖദറമന, നിങ്ങളുടെ മേൽ അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അത് വെളിപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രത്യാശ. ഈ രണ്ട് ദൈവഹിതത്തെ പറ്റി മറ്റെന്തെങ്കിലും ചിന്തിക്കാൻ, ഞാൻ ആ ദൈവഹിതം അല്ല, ദൈവത്തിന്റെ തികവെന്ന് പറയുന്ന വിഷയത്തെ എടുത്തു വെക്കാൻ പോവാണ്. ഈ മനുഷ്യന്റെ പ്രാർത്ഥന, പൗലോസിന്റെ ശുശ്രൂഷകൾക്കകത്ത് ഏറ്റവും ശക്തമേറിയ ഒരു പ്രഭാഷണമാണ് തികവെന്ന് പറയുന്നത്. ഈ മനുഷ്യന്റെ സഭയെക്കുറിച്ചുള്ള പ്രാർത്ഥനയും ഇത് തന്നെയാണ്. ഇത് രണ്ടും ഒത്തുചേരുകയാണ്. അത് പറഞ്ഞാൽ കർത്താവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എൻ്റെ സഭ ക്രിസ്തുവിൽ ഒരു പ്രാപ്തി എത്തണം. ആമേൻ. ആക്ച്വലി നിങ്ങൾ പുറത്തു വന്നപ്പോഴും ബലഹീനരാണ്, നിങ്ങൾ പുറത്തു വന്നപ്പോഴും അശക്തരാണ്, നിങ്ങൾ പുറത്തു വന്നപ്പോഴും നിങ്ങളൊരു ബലമുള്ള ആളായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ നിങ്ങളുടെ മേൽ അയക്കപ്പെട്ടൊരു ആത്മാവുണ്ട്. പതിയെ തുടങ്ങാം. നിങ്ങളുടെ മേൽ അയക്കപ്പെട്ടൊരു ആത്മാവുണ്ട്. എത്ര പേർക്ക് ആത്മാവിനെ കുറിച്ച് ഉത്ബോധ്യമുണ്ട്? ഹൃദയലേഖനം പറയാണ്, എൻ്റെ അത്യന്ത ശക്തി മൺകൂടാരത്തിനായിട്ട് അകത്ത് പകർന്നിരിക്കുക. എവിടെയാണ്? എത്ര പേരുണ്ട് ഇവിടെ? ഈ മെസ്സേജ് ഇങ്ങനെയൊന്നും പറയാനെ കൂടെ പറ്റത്തില്ല. ഞാൻ പിന്നെ അകത്തുള്ളതുകൊണ്ട് അങ്ങ് പറയാണ്. ഈ അത്യന്ത ശക്തി പകരപ്പെട്ടിരിക്കുന്നത് മൺകൂടാരമാണ്. മണ്ണിന്റെ പ്രത്യേകത എന്നാ? ഇത് മണ്ണാണ്, നശിച്ചു പോകുന്ന മണ്ണാണ്. പക്ഷെ നശിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അഭിഷേകം നിന്റെ അകത്ത് കിടപ്പുണ്ട്. താത്താൻ പറയും നീ വെറും മണ്ണാന്ന് പറയുമ്പോൾ നിന്നെ നശിപ്പിക്കാൻ പറ്റാത്തതിന്റെ പിന്നിലെ കാര്യം നിന്റെ അകത്ത് കിടക്കുന്ന ആത്മാവാണ്. ഞാൻ ഒരു വാക്ക് പറയാം, ആത്മാവുള്ളത്രം നിന്നെ തോപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല. കേറുക. ആത്മാവ് നിന്റെ അകത്ത് വർക്ക് ചെയ്യുന്നിടത്തോളം കാലം നിന്നെ തോപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, തോക്കാൻ തയ്യാറായി നിന്ന ശിഷ്യന്മാരെ തോപ്പിച്ച് ഒരു പുസ്തകത്തിലാക്കിയിട്ടേച്ച് അവിടെ നിന്ന് ആത്മശക്തിയാൽ എഴുന്നേൽപ്പിച്ചുകൊണ്ട് വരുന്ന കാഴ്ചയാണ് നാം അപ്പോസ്തല പ്രവർത്തികൾക്കകത്ത് കാണുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ ക്രിസ്തുവിൽ ശക്തിയോടെ വിളിച്ചു പറയുന്നു, നീ തോറ്റത് എവിടെയാണോ അവിടെ ജയിപ്പിക്കാൻ ഒരു ആത്മാവുണ്ട്. നിനക്ക് എന്നാണോ ചെയ്യാൻ പറ്റാത്തത് അതുകൊണ്ട് ചെയ്യിപ്പിക്കാൻ ഒരു ആത്മാവുണ്ട്. അയക്കപ്പെട്ടവൻ നിന്റെ അകത്ത് നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവിലേക്ക് ഒരു മനുഷ്യൻ ടേൺ ചെയ്താൽ അവൻ ലൈഫ് തിരിയും. ഞാൻ കർത്താവിനോട് ചോദിച്ചൊരു കാര്യം, കർത്താവേ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ഇന്നലെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ വരുന്നതിന് കുറച്ച് നാൾ. ക്രിസ്തുവാണ് അകത്ത്, ആത്മാവാണ് അകത്ത്. ചോദിച്ചിട്ടുണ്ടോ? ഇല്ലേ? ബൈബിൾ വായിച്ചാൽ മതി, ചോദ്യം ഉണ്ടാവും. ഇതെങ്ങനെയാണ്? എനിക്കത് അകത്ത് എനിക്കറിയാം, എങ്ങനെയാ പറഞ്ഞു തരേണ്ടെന്ന് അറിയത്തില്ല. എനിക്ക് അറിയാവുന്ന രീതിയിൽ അങ്ങ് പറയാം. ഇത് രണ്ടും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. അതിന് കാരണം നമ്മൾ തന്നെയാണ്. നമ്മളെ പുത്രനാക്കാൻ വേണ്ടി പുത്രത്വത്തിന്റെ ആത്മാവായിട്ടാണ് പരിശുദ്ധാത്മാവ് വന്നേക്കുന്നത്.
മനസ്സിലാകാവുന്ന കാര്യത്തിൽ ഞാൻ പറഞ്ഞതാ തോന്നുന്നത്. എന്താണ്? പുത്രനിലുള്ള സകല ക്വാളിറ്റിയും നമ്മളിലേക്ക് കൈമാറുന്ന പുത്രത്വത്തിന് ആത്മാവിലാണ് നമ്മുടെ അകത്തേക്ക് ആര് വന്നേ? പരിശുദ്ധാത്മാവ്. എന്തിനാണ്? അതാണ് പറഞ്ഞത്. ഒന്നാം അധ്യായം അതിന്റെ 27-ാം വാക്യം, അത് വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ഒന്നുകൂടെ പുറകോട്ടിറങ്ങി വായിക്കാം. അത് പൂർവകാലങ്ങളിൽ വായിക്കാമോ? 25:6 മുതൽ വായിച്ചു. അത് പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞുകിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാദിനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. പണ്ട് കാലത്തിലുള്ള പ്രവാചകന്മാരുൾപ്പെടെ പുരോഹിതന്മാർ ഉൾപ്പെടെ സകലർക്കും മറഞ്ഞു കിടന്ന മർമ്മമായിരുന്നു ക്രിസ്തു നിന്റെ ഉള്ളിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പണ്ട് കവി വരുവന്മാരെല്ലാം ഇവിടെ പാടി, ദൈവം എവിടാ? തൂണിലല്ല. ഓ, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലേ? തൂണിലല്ല. പറ, നിങ്ങൾ ആരും തൂക്കിക്കൊല്ലത്തൊന്നുമില്ല. പറഞ്ഞേ, തൂണിലല്ല, തുരുമ്പിലല്ല, പിന്നെ എവിടെയാ? നിങ്ങളുടെ അകത്താണ്. അവരിച്ചിവിടെ കടന്ന്, നിങ്ങളാന്ന് പറഞ്ഞു പോയി, അയറ്റി കടന്നുപോയി. അതെ, ഞാൻ ക്രിസ്തുവാന്നല്ല, എന്നിൽ ക്രിസ്തുവാന്നുള്ള വെളിപ്പാട്. ചിലർ കയറി ഞാൻ ക്രിസ്തുവാണെന്നുള്ള, അപ്പൊ ആള് മാറിപ്പോവും. വേറെ ക്രിസ്തുവായി പോവും, വേറെ ആത്മാവായി പോവും. ഇപ്പൊ നിങ്ങളുടെ അകത്ത് വരുന്ന ആത്മാവ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു. എന്താണ്? നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു. ഈ കവിതയാണ് സത്യത്തിൽ ഏതൻസിൽ പോയിട്ട് പൗലോസ് പ്രസംഗിക്കുന്നത്. അവിടെ ഒരുപാട് കല്ലുകൾ വെച്ചിരിക്കുക. കല്ലുകളെല്ലാം മൂർത്തികളാ. ഈ മനുഷ്യന് ഒറ്റയ്ക്കുള്ളൂ, കൂടെ വന്നവരെല്ലാം അടുത്ത പ്രദേശത്ത് നിൽക്കുകയാണ്. പുള്ളി ടൂറിന് ഇറങ്ങുന്നത് പോലെ കാഴ്ചകൾ കാണാൻ പുറത്തേക്ക് ഇറങ്ങി. നോക്കുമ്പോൾ മൊത്തവും വിഗ്രഹങ്ങളെ കൊണ്ട് ഏതൻസിലെ തെരുവുകളെല്ലാം നിറയപ്പെട്ടിരിക്കുക. ആത്മാവുള്ളവൻ അടങ്ങിയിരിക്കാൻ പറ്റില്ല, അകത്ത് ചൂട് പിടിച്ചെന്നാ. എന്താണ്? അകത്ത് ചൂട് പിടിച്ച്. ഇത് പുറത്തുനിന്നുണ്ടാകുന്നതല്ല, അകത്തുനിന്നുണ്ടാകുന്നതാണ്, അല്ലേ? ഇത് അകത്തെന്ന് വെളിപ്പെടുന്ന ഒരു ചൂട്. ഞാൻ പോയി അവരോട് സംസാരിക്കുക. ഒരു നല്ല പ്രസംഗം നമുക്ക് അവിടെ കാണാൻ പറ്റും. ആ പ്രസംഗത്തിന്റെ ആമുഖം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഒന്ന് ചോദിക്കുകയാണ്, ഇങ്ങനെ തപ്പി വന്നപ്പോൾ ഒരു കല്ലിന് പേരിടാതിട്ടേക്ക്. ഒരു കല്ലിന് അവർ ചോദിച്ചു, ഈ കല്ലേതാ? അവര് പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ എല്ലാവരെയും ആരാധിക്കും. നീ ആരെങ്കിലും ഒരു ദേവൻ ഞങ്ങൾ അറിയാതെ ഉണ്ടെങ്കിൽ അവന്റെ പേരിൽ ഇതിരിക്കട്ടെ. നേരെ എടുത്തു വെച്ചു. പൗലോസ് എടുത്തു വെച്ച് ആ കല്ലെ പിടിച്ചങ്ങ് തുടങ്ങുമായിരുന്നു. എന്നിട്ട് വെളിപ്പാട് കൊടുക്കുകയാണ്, കല്ലുകളിലല്ല, നിന്റെ അകത്താണ്. അതേ വരികൾ, അതേ കാര്യങ്ങൾ അവിടെ പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി കിടപ്പുണ്ട്, വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഹല്ലേലൂയ. ഞാൻ ഇതിനു മുമ്പ് ഇത് പറഞ്ഞിട്ടുള്ളതാണെന്നോ തോന്നുന്നു. അപ്പോസ്തല പ്രവൃത്തി പ്രസംഗിച്ച സമയത്ത് നിങ്ങളുടെ അകത്താണ്. എന്തിന്? അവിടെയാണ് നമ്മുടെ വിഷയം. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കാൻ ക്രിസ്തു നിന്റെ ഉള്ളിൽ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടുമായിട്ട് പറയുന്നു, നിന്റെ എത്ര വലിയ ബലഹീനതയും പരിഹരിക്കുന്ന ഒരു മേഖലയുണ്ട് നിന്റെ അകത്ത് വന്നിരിക്കുന്ന ക്രിസ്തു. ഓനച്ചാൻ കേൾക്കുന്നുണ്ടോ? ആരാണ് നിങ്ങളുടെ അകത്ത് വന്നിരിക്കുന്ന ക്രിസ്തു? നിന്നെ തികയ്ക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ആമേൻ. എനിക്കിത് പറ്റത്തില്ല, ഞങ്ങൾക്കിത് കഴിയത്തില്ല, ഞങ്ങൾക്ക് ക്വാളിറ്റി ഇല്ല. നോ, നിന്റെ അകത്ത് കർത്താവ് ഉണ്ടോ? നിന്നെ കൊണ്ട് പറ്റും. തുറക്കാത്തതിന്റെ വലിയ കാര്യം നിങ്ങളിങ്ങനെ മിണ്ടായിരിക്കുന്നുണ്ടോ? ഈ വീട് എനിക്കറിയാം, നല്ല പോലെ അറിയാം എനിക്ക്. പക്ഷെ ഞാൻ ആത്മാവിൽ കൈമാറുന്നു. എൻ്റെ ബുദ്ധിയിൽ നിന്ന് തുറക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൽ നിങ്ങളെ തികയ്ക്കാൻ നിങ്ങളുടെ അകത്ത് കർത്താവുണ്ട്. ഈ ബൈബിളിൻ്റെ അകത്ത് ഞാനിങ്ങനെ വട്ടയിട്ടിട്ടുണ്ട്. വട്ടയിട്ടേക്കുന്നത് ഏത് മനുഷ്യനകത്ത് ഞാനും ഉണ്ടെന്നുള്ളതാണ്. നിങ്ങൾ പറഞ്ഞാട്ടെ, നിങ്ങളും ഉണ്ട്. നിങ്ങളെ തികയ്ക്കാൻ കർത്താവുണ്ട്. നിങ്ങളെ തികയ്ക്കാൻ അതേ കർത്താവിനെ കുറിച്ച് പറയുന്നൊരു ഭാഗമാണ്
9-ാം വാക്യം, 2-ാം അധ്യായം 9-ാം വാക്യം. ഞാൻ ഓടിപ്പോവുക. 9-ാം വാക്യം ഇങ്ങനെയാണ്: അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി. ആരില്? ക്രിസ്തുവിൽ എന്നല്ല നമ്മൾ സത്യത്തിൽ പറയേണ്ടത്, നിന്റെ അകത്തിരിക്കുന്ന ക്രിസ്തുവില്. കാരണം പൗലോസ് ഇത് എഴുതിയേക്കുന്നത് ഈ ക്രിസ്തു ദൈവത്തിന്റെ സർവസമ്പൂർണതയാണെന്ന് പറയാനല്ല, മറിച്ച് നീ പൂർണ്ണനാണെന്ന് പറയാനാ. മനസ്സിലായില്ല? എന്റെ താഴത്തെ വാക്കെന്നാണ്: എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അപ്പം ദൈവത്തിന്റെ സമ്പൂർണതയുടെ ദേഹമാണ് ക്രിസ്തു എന്ന് പൗലോസ് ഇവിടെ എഴുതിയതിന്റെ പിന്നിലെ കാര്യം ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക മാത്രമല്ല, നിന്റെ ഉള്ളിൽ അവൻ ഇരിക്കുന്നു എന്നാ. ആന്റി മനസ്സിലാകുന്നു? നിങ്ങളുടെ അകത്തിരിക്കുന്നത് ദൈവത്തിന്റെ സമ്പൂർണതയുടെ ദേഹമായ സർവവാഴ്ചയുടെയും അധികാരത്തിന്റെയും തലയായ ക്രിസ്തുവാണ്. അവനിൽ നിങ്ങൾ പരിപൂർണരാണ്. കൈ അടിച്ചൊന്ന് നിന്നെ സ്വീകരിക്കാവോ? നീ കൈ വെച്ചാൽ ഒരു ആള് സൗഖ്യമാകണം. കാരണം എന്നാ? നിന്റെ അകത്ത് കർത്താവുണ്ട്. ഇതിനെ എങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ? നീ ഒരു പട്ടണത്തിൽ ഇറങ്ങി നിന്ന ക്രിസ്തു നിൽക്കുന്നത് പോലെ തന്നെ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ആ വാക്ക് ഉപയോഗിച്ചത്, നീ ക്രിസ്തുവിന്റെ പകരക്കാരനാണ്. ആമേൻ. നീ എന്നെ പറഞ്ഞ ക്രിസ്തുവിന്റെ കർത്താവിന് നിർബന്ധം, നിന്റെ പകരക്കാരനായി ഞാൻ ക്രൂശിൽ കയറിയത് കൊണ്ട് എന്റെ പകരക്കാരനായി നീ നിൽക്കണം. നിങ്ങൾക്ക് പകരക്കാരനായി ക്രിസ്തു ക്രൂശിൽ കയറി. അവന് പകരക്കാരനായി നിൽക്കണം. ആഗ്രഹമുണ്ട് ഇന്ന് പകൽ നിന്റെ ദേശത്ത് അവന് പകരക്കാരനായി നിൽക്കാമെങ്കിൽ അവൻ നിന്റെ കൂടെ ദൈവത്തിന്റെ സമ്പൂർണതയുടെ ദേഹം ധരിച്ച് സർവവാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ ക്രിസ്തുവിൽ നിന്നെ പരിപൂർണനാക്കി അവൻ നിർത്തും. ഒരു കൃപാവരങ്ങൾക്കും കുറവില്ലാത്തവരായി നിങ്ങൾ ബോണായിരിക്കുന്നു. നീ ക്രിസ്തുവിൽ ബോണായപ്പോൾ, ആത്മാവിൽ ജനിച്ചപ്പോൾ, ഒന്ന് പറഞ്ഞ എല്ലാവരും, ഒരു റിങ്ങുവെന്ന് വെച്ചിട്ട് പറ, ഒരു കൃപാവരങ്ങൾക്കും കുറവില്ലാത്തവരായി. ഇനി എന്താ? വാഞ്ചിക്കുക, ആഗ്രഹിക്കുക, ഇത് മാത്രമേ ഉള്ളൂ. എന്താണ്? വാഞ്ചിക്കുക, ആഗ്രഹിക്കുക ഉണ്ടെങ്കിൽ നിന്റെ അകത്ത് നിന്ന് ഒരു നദി പോലെ ഇത് ഒഴുകും. ഈ വെളിപ്പാട് നിങ്ങളുടെ അകത്ത് നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത കാര്യമൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇത് ഒരുമിച്ച് കേൾക്കുമ്പോൾ ഇത് ദൈവത്തിന്റെ ഇഷ്ടമാണെന്നും കൂടെ നീ മനസ്സിലാക്കിയിരിക്കണം. ഒരു ഭാഗം പറഞ്ഞു നിർത്താം. ഈ 15-ാം വാക്യം ഒന്ന് വായിച്ചു മോളെ. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. 10-ാം വാക്യം. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ പോവാണ്. നിങ്ങളൊരു കാര്യം, യാക്കോബിന്റെ കാര്യം ഇവിടെ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഭാഗം തുറക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഒന്ന് ബൈബിൾ തുറന്നേ. എല്ലാവരും ബൈബിൾ തുറന്നേ. എന്താ ഭാഗം ഒന്ന് വായിച്ചേ. വാഴ്ചകൾക്കും 15-ാം വാക്യം. 15-ാം വാക്യം ഒന്ന് വായിച്ചു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ഇത് ഒരേ വാക്കല്ലേ? ഒരേ വാക്ക്. എല്ലാ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ആയുധവർഗം വെപ്പിച്ചെന്ന് പറഞ്ഞാൽ നിരായുധരാക്കി. അവരുടെ മേലുള്ള ആയുധങ്ങൾ ഇല്ലാതാക്കി. എവിടെ വെച്ചു? ക്രൂശിൽ വെച്ചു. അവയുടെ മേൽ ജയോത്സവം കൊണ്ടായി അതിനെ അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഇതേപോലെ തന്നെ ഒരു വാക്യാണ് മേളിൽ കിടക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ ക്രിസ്തുവിൽ
ഇവിടെ പറയുന്നത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയാണെന്നാണ്. എന്താണ് ഇത് പറയുന്നത്? തല ക്രിസ്തുവാണ്. ആർക്ക് തെറ്റിപ്പോയി? ആർക്കെങ്കിലും തെറ്റിപ്പോയോ? ഒരു തെറ്റ് പറ്റിയിട്ടില്ല. ഞാൻ അതിന്റെ ഭാഗം പറയാണ്. ഈ വാഴ്ചകളെന്നും പറയും അധികാരങ്ങളെന്നും പറയുന്നത് ദൂതന്മാരെ കുറിച്ചാ പറയുന്നത്. ആരെ കുറിച്ചാ? ദൂതന്മാരെ കുറിച്ച്. സ്വർഗത്തിലുള്ളതുപോലെ തന്നെ അതേ കോപ്പി എവിടെയുണ്ട്? ദൈവത്തിനുള്ളതുപോലെ തന്നെ അതേ കോപ്പി ആർക്കുണ്ട്? മനസ്സിലാക്ക്, സാത്താനും ഉണ്ട്. സോ അന്ധകാരത്തിന്റെ അധിപതി എന്ന് പറഞ്ഞ, ആകാശത്തിന്റെ ഉടമ എന്ന് പറഞ്ഞ് അതിന്റെ നിയന്ത്രണം മനുഷ്യന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ച സാത്താന്റെ ദൂതന്മാരുണ്ട്. യേശുക്രിസ്തുവിന്റെ കാൽവറി മരണത്തിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടായി നമ്മുടെ അധികാരം പിടിച്ചു പറിച്ച വാഴ്ചകളുടെയും അധികാരങ്ങളെയും അവൻ ആയുധവർഗം വെപ്പിച്ചു. എന്താണ്? സാത്താന്റെ ദൂതന്മാരാകുന്ന ആകാശത്തിന്റെ അധികാരികൾ, വാഴ്ചകൾ, അധികാരങ്ങൾ, അവയുടെ മേൽ യേശുക്രിസ്തു അവയെ എന്താക്കി? അവയുടെ അധികാരങ്ങളെ, അവരുടെ ആയുധങ്ങളെ എടുത്തു മാറ്റി. സാത്താന്റെ ആയുധത്തെ എടുത്തു മാറ്റി. സാത്താന്റെ എന്ന് പറഞ്ഞാൽ ആരുടെ? വാഴ്ച നടത്തുന്ന ദൂതന്മാരുടെ കയ്യിൽ നിന്ന്, സാത്താനിക ദൂതന്മാരിൽ നിന്ന് അത് ആര് മാറ്റി? യേശു. ഒന്ന് പറഞ്ഞ, ഞാൻ പെട്ടെന്ന് നിർത്താം. എടുത്തു മാറ്റി. ഒന്ന് പറ, എടുത്തു മാറ്റി എന്ന് പറ. നിങ്ങൾ പറ. ഈ ദേശത്തിന്റെ വാഴ്ച ഇപ്പൊ സാത്താന്റെ ദൂതന്മാരുടെ കയ്യിലല്ല. അതെടുത്തു മാറ്റി. ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി. അവയെ പരസ്യമായ, ഇതേ കോപ്പി തന്നെ സ്വർഗത്തിലുമുണ്ട്. സ്വർഗത്തിൽ ഇപ്പോൾ ഈ വാഴ്ച നടക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്. അവയുടെ പേരാണ് മേളിൽ പറഞ്ഞിരിക്കുന്നത്. ആ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും, സ്വർഗത്തിലെ ദൈവത്തിന്റെ വാഴ്ചകൾക്കും അധികാരത്തിനും തലയാണ് ക്രിസ്തു. അവനിൽ ദൈവത്തിന്റെ വാഴ്ച നടക്കുന്ന ദൂതന്മാരിൽ തലയായ ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരാണ്. മനസ്സിലായി? ആമേൻ. വാഴ്ച നടത്തുന്ന ദൂതന്മാരുടെ മേൽ കർത്തൃത്വം നടത്താനുള്ള അവകാശം നിങ്ങൾക്കുണ്ടെന്നായി പറഞ്ഞു വന്നേ. നിങ്ങൾ പറഞ്ഞാൽ ഇപ്പൊ ദൂതൻ ചലിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഓടുന്നത്. ആമേൻ, ആമേൻ. നമ്മളൊന്നും മിണ്ടാത്തത് കൊണ്ടാണ് ഇവിടെ പ്രശ്നം. നമ്മൾ മിണ്ടരുത്. അതിനാണ് ആദ്യത്തെ വെളിപ്പാട്. നിനക്കാ പോരാട്ടം വന്ന ആൾക്കാരും ആരാ പ്രസംഗിക്കുന്നത്? അവര് പാസ്റ്റർമാരെ എഴുന്നേറ്റ് പ്രസംഗിക്കുവാണ്. നിനക്കാണ് പോരാട്ടം വന്ന്. ഇവിടെ വചനം പടക്കുന്നുണ്ടോ? സർവ്വവാഴ്ചയ്ക്ക് ഈ പോരാടുന്നവനെ എല്ലാം പരസ്യക്കാഴ്ചയാക്കിയിട്ടേക്ക് അവരെ നിരായുധരാക്കിയിട്ടിട്ട് ഇപ്പം വാഴുന്ന ദൂതന്മാരുടെ തലയായ ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരാണ്. ഇതാണ് വെളിപ്പാട്. ഇതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. എത്ര പേർക്ക് താല്പര്യമുണ്ട്? എത്ര പേർക്ക് താല്പര്യമുണ്ടെന്ന് ആത്മാവിൽ കയറാൻ? എനിക്കിത് മൊത്തം പ്രസംഗിക്കണമെന്നുണ്ട്. ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല. 3-ാം അധ്യായത്തിനകത്തൂടെ കർത്താവ് പറയുന്നതാണ്, നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇതെല്ലാം ഉയരത്തിലെ ചിന്തയാണ്. അങ്ങോട്ട് മാത്രം നോക്കുക. അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം നിങ്ങളുടെ മേൽ ഇങ്ങനെ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ, അടുത്ത പുസ്തകങ്ങളിലേക്കൊക്കെ പോകേണ്ടതുണ്ട്. ഈ വിഷയങ്ങളുടെ വെളിപ്പെടുത്തലുകൾ മനസ്സിലാക്കാൻ ഒന്ന് കർത്താവിൻ്റെ സന്നിധി പ്രതീക്ഷിച്ച്, ഏതെങ്കിലുമൊക്കെ ഭാഗം നിങ്ങളുടെ അകത്ത് കത്തിയിട്ടുണ്ടെങ്കിൽ, അകത്ത് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വിശ്വാസത്തോടെ ഒന്ന് ദൈവസന്നിധിയിൽ പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് ഓറാമാന ശബലകതര ചുഡമന ധരമന ശബലകദരബല വൈഡമനകദര പക്ഷപ്രഭാദര പ്രഭേദന വൈഭഹന്തല പ്രഭേദല ക്ഷഭു വീബ്രഹന്തല പൗഷബാദിയ. ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കർത്താവിൻ്റെ അധികാരമായ ഉപയോഗിക്കാനുള്ള എല്ലാ ക്വാളിറ്റിയും ഉള്ള ആളാക്കി ദൈവം നിന്നെ മാറ്റി. എല്ലാ ക്വാളിറ്റിയും ഉള്ള ആളാക്കി.
ഒരു തികവ് നിന്റെ അകത്ത് അയക്കാൻ പറ്റുന്ന എല്ലാ ക്വാളിറ്റിക്കകത്തേക്കും കർത്താവ് നിന്നെ കൊണ്ടുവന്നു. യു ആർ ഏബിൾ. നീ ഏബിളാണ്. നീ അംഗീകാരമുള്ളവനാണ്. നീ അധികാരമുള്ളവനാണ്. നീ പ്രാഗൽഭ്യമുള്ളവനാണ്. നീയാണ് അധികാരി. നീയാണ് അധികാരി. നീയാണ് അധികാരി. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ മേലെ അധികാരത്തിൻ്റെ, അവകാശത്തിൻ്റെ അഭിഷേകങ്ങളെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുക. നല്ല പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിൻ്റെ നിവർത്തി ഈ സഭയിൽ, വ്യക്തികളിൽ സംഭവിക്കട്ടെ. ദേശങ്ങളുടെ മേൽ അധികാരം പറയാനുള്ള ദൈവീയ അഭിഷേകങ്ങളെ പരിശുദ്ധാത്മാവ് കൈമാറുന്നതിനായി സ്തോത്രം. ഈ വചനം കേട്ട എല്ലാവരുടെ മേൽ ജീവൻ വ്യാപരിക്കട്ടെ. എല്ലാവരുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. മഹത്വം അങ്ങയ്ക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ.